മാന്യ പ്രേക്ഷകരെ നമസ്കാരം. വീണ്ടും നമ്മുടെ ചൊറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹസ്വാഗതം. മക്കളെ, അറിഞ്ഞോ, നമ്മുടെ മമ്മൂട്ടിയേട്ടൻ അല്ലെങ്കിൽ മമ്മൂട്ടി കാക്ക മാത്രമല്ല, നമ്മുടെ ഷൈൻ നിഗം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ നമ്മുടെ മിമിക്രി കലാകാരനായിരുന്ന അബി എന്ന് പറയുന്ന, നമ്മൾക്ക് എത്രയോ സ്നേഹത്തോടെ കണ്ടിട്ടുള്ള അബി എന്ന് വിളിക്കുന്ന, ഹിന്ദുവാണോ അല്ലെങ്കിൽ മുസൽമാനോ ആണോ സംശയം വരുന്ന രീതിയിലുള്ള ജീവിതം ജീവിച്ച, പെരുമാറിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അബിയുടെ മകനായിട്ടുള്ള ഷൈൻ നിഗം, അയാളും കൃത്യമായിട്ട് മുക്കാൽ മുറിയന്മാർ എന്താണ് അവരുടെ സ്വഭാവം എന്നുള്ളത്, അത് ഏത് VIP ആയാലും ഏത് IAS കാരനായാലും IPS കാരനായാലും സ്വഭാവം എന്താണ് കാണിക്കുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്തു നോക്കുകയാണ് കണ്ടത്. മമ്മൂട്ടി എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടിയുടെ ആ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ ഷൈൻ നിഗം എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടൻ അയാളുടെ യഥാർത്ഥ ഇസ്ലാമിക മുഖം കാണിച്ചു. കാരണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മറ്റൊരു സിനിമാ നടൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉണ്ണി മുകുന്ദനെയും ഈ ഷൈൻ നിഗത്തെ എടുക്കുകയാണെങ്കിൽ, ഷൈൻ നിഗത്തിന് അബി എന്ന് പറയുന്ന ഉപ്പയിലൂടെ വളർന്നു വന്നൊരു വ്യക്തി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള നാദിർഷയായാലും ഇപ്പൊ ദിലീപ് ആയാലും അങ്ങനെ ഒട്ടേറെ ആളുകൾ, ഹരിശ്രീ അശോകനായാലും, ഇവരൊക്കെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഷൈൻ നിഗം എന്നുള്ളത്. എന്നാൽ ഉണ്ണി മുകുന്ദന് ഇത്തരത്തിലുള്ള ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം. മാത്രമല്ല, ഉണ്ണി മുകുന്ദന്റെയും ഷൈൻ നിഗത്തിന്റെയും ഓരോ സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾക്ക് അറിയാൻ പറ്റും, ഷൈൻ നിഗം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ധിക്കാരിയായിട്ടുള്ള, അതല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തിയാണോ, കഞ്ചാവിന് അടിമപ്പെട്ട വ്യക്തിയാണോ എന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് തോന്നിയാൽ അവനെ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിൽ തന്നെയാണ് ഷൈൻ നിഗത്തിന്റെ പെരുമാറ്റം നമ്മളെല്ലാവരും, നമ്മൾക്ക് തന്നെ അറിയാവുന്നത്, ഓരോ സാധാരണക്കാർക്കും. മാത്രമല്ല, അതിന് തെളിവ് പകരുന്ന രീതിയിൽ തന്നെയായിരുന്നു RDX എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ഈ RDX എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ഈ ഷൈൻ നിഗത്തോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളുകളെ ഒരിക്കലും സ്ക്രീനിലോ അതല്ലെങ്കിൽ നായക സ്ഥാനത്തേക്കോ പോസ്റ്ററുകളിലോ പരസ്യങ്ങളിലോ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷൈൻ നിഗം ഈ നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ ഒരു ലെറ്റർ അയച്ചതും ആ ലെറ്റർ സംവിധായകന് പുറത്തുവിട്ടതും അത്തരത്തിൽ ഷൈൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രൂര മുഖം പുറത്തു വന്നതും അയാളുടെ ഉമ്മയുടെയും അയാളുടെയും വാക്കുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെ ഒക്കെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അഹങ്കാരത്തിന്റെ അതല്ലെങ്കിൽ ഈ ധാർഷ്ട്യത്തിന്റെ ഒരു മൂർത്തിമത് ഭാവം തന്നെയാണ് ഈ ഷൈൻ നിഗം എന്നുള്ളത് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്താനാവില്ല. എന്നാൽ അബി എന്ന് പറയുന്ന അയാളുടെ ബാപ്പ, ഉപ്പയെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാവരോടും സ്നേഹത്തോടെയും ചിരിച്ചും കളിച്ച് ജീവിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയുണ്ട്, കോട്ടയം നസീർ എന്ന് പറയുന്ന മിമിക്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള മറ്റൊരു വ്യക്തി തന്നെയാണ്. കോട്ടയം നസീറിന്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു, എനിക്ക് അന്നം തരുന്ന ആരാണോ എനിക്ക് അന്നം തരുന്നത് അവരാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. അമ്പലപ്പറമ്പുകളിൽ, അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും മറ്റു പ്രോഗ്രാമുകളിലും മിമിക്രി അവതരിപ്പിച്ച് നാടകവും പാല് എല്ലാതും അവതരിപ്പിച്ച് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഈ രീതിയിലേക്ക് അയാൾ ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അമ്പല കമ്മിറ്റിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോഴും എനിക്ക് അന്നം തന്നിട്ടുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ദേവദേവീ സങ്കല്പങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ദേവദേവീ സങ്കല്പങ്ങളായിക്കോട്ടെ, ഇവരാണ് എൻ്റെ ദൈവം എന്ന് കൃത്യമായിട്ടും ഒരു മുസൽമാനായിട്ടും അയാൾ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം മുസ്ലിങ്ങൾക്ക് അറിയാം, ഇത് കലയും സംഗീതവും മറ്റുള്ള എല്ലാതും ഹറാമാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വേദിയിലും ഇത്തരത്തിലുള്ള ഇപ്പൊ ഷൈൻ നിഗം ആയാലും അബി ആയാലും ദിലീപ് ആയാലും ഹരിശ്രീ അശോകനായാലും നാദിർഷയായാലും എന്ന് വേണ്ട കലാഭവൻ മണി അടക്കമുള്ള ആളുകളായിക്കോട്ടെ, ഇവർക്കൊന്നും ഒരിക്കലും ഒരു മുസ്ലിം പള്ളിയിൽ പ്രോഗ്രാം നടത്താൻ ഒരു അവസരം കിട്ടില്ല. അവർക്കൊരിക്കലും ഒരു മുസ്ലിമിന് അവസരം കൊടുക്കാനും പറ്റില്ല. എന്നാൽ അവർ വളർന്നു വന്നത് പള്ളിപ്പെരുന്നാൾ, ക്രിസ്ത്യൻ വിശ്വാസികളുടെ പള്ളിപ്പെരുന്നാളായിക്കോട്ടെ, ഹിന്ദുമത വിശ്വാസികളുടെ ശിവരാത്രി ആയിക്കോട്ടെ, ഏതൊക്കെ ഉത്സവങ്ങളായിക്കോട്ടെ, അതിലൂടെ തന്നെയാണ് ഇവരൊക്കെ വളർന്നത്. അപ്പോൾ വളർന്നു വന്ന ആ പാത മറക്കാത്തവർ തന്നെയാണ് ഈ പറയുന്ന കോട്ടയം നസീർ. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മുസ്ലിമായി നിന്നിട്ട് പോലും അയാൾ അത് പറയാൻ മടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ വളർന്നു വന്ന പിന്നാമ്പുറം മറന്നുകൊണ്ട് ഈ ഷൈൻ നിഗം എന്ന് പറയുന്ന ചങ്ങാതി, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന മറ്റൊരു നടൻ, ശരിക്കും ഇവരുടെ സഹോദര ബന്ധമാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. കാരണം നമ്മൾക്കറിയാം, എനിക്കറിയാം, ചാനൽ മേഖലയിൽ നമ്മളെയൊക്കെ എത്ര വിമർശിച്ചു കഴിഞ്ഞാലും ഒരു ചാനൽ മേഖലയിലുള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ സഹോദരി ബന്ധത്തോടെ തന്നെ കാണാറുണ്ട്. ഇപ്പോൾ ഞാൻ അറസ്റ്റിലായി ജയിലിലായ സമയത്തൊക്കെ എന്നെ വളരെ മോശകരമായി തന്നെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വേണമെങ്കിൽ എനിക്ക് അവരെ ഓൺലൈൻ ചാനലുകാരുണ്ട്, വേണമെങ്കിൽ എനിക്ക് അവരെ വിമർശിക്കാൻ പല രീതിയിലുള്ള ആയുധങ്ങൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനൊരു ഓൺലൈൻ മേഖലയിലുള്ള ഒരു വ്യക്തിയെ ഞാൻ വിമർശിക്കാൻ പോവാത്തത് അവരോട് നമ്മളുടെ ഒരു മേഖലയിൽ ഒരേ രീതിയിൽ പോകുന്ന ആളുകളായതുകൊണ്ട് അവർ വിമർശിക്കേണ്ട എന്ന ആ മാനുഷിക സാഹോദര്യ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ്. ആ ഒരു ബന്ധം പോലും കരുതാതെ
തന്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചിഴക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറയുന്ന UMF എന്ന് പറയുന്ന ഷോർട്ട് ഫോം ആണ് ഇവനെ ചൊടിപ്പിച്ചത്. അവൻ എന്തിനു വേണ്ടിയിട്ടാണ് UMFനെ ഊമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മ്ലേച്ഛകരമായിട്ട് അവന്റെ ഉമ്മയോട് പറയുന്ന വാക്കായിരിക്കാം, അതല്ലെങ്കിൽ അവന്റെ ഉപ്പ അബി എന്നാണല്ലോ, അബിയുടെ സ്പെല്ലിംഗ് മാറ്റി കഴിഞ്ഞാൽ അപ്പി എന്ന് വേണമെങ്കിൽ വായിക്കാം. അത്തരത്തിൽ അവന്റെ ഉമ്മയോട് ഊമ്പി അല്ലെങ്കിൽ ഊമ്പിക്കോ എന്നൊക്കെ പറഞ്ഞ് ശീലിച്ച അവന്റെ മദ്രസ സംസ്കാരം കൊണ്ട് തന്നെയായിരിക്കാം അവൻ കൃത്യമായിട്ട് ഉണ്ണി മുകുന്ദന്റെ UMFനെ ഇത്തരത്തിൽ വലിച്ചയച്ചതിൽ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞ് ടീച്ചറിലേക്ക് നമ്മൾക്ക് പോകാം. കാരണം ഉണ്ണി മുകുന്ദൻ ആരെയും ഇത്രയും നാളിനിടയ്ക്ക് നമ്മളെല്ലാവരും പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും. ഒരിക്കലും ഉണ്ണി മുകുന്ദൻ ആരെയും വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വർഷങ്ങളോളം നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല ഉണ്ണി മുകുന്ദൻ അയാളുടെ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയാളുടെ സിനിമ വ്യക്തി ജീവിതമായിക്കോട്ടെ, സാമൂഹ്യ ജീവിതമായിക്കോട്ടെ, ആരുമായി ബന്ധപ്പെട്ടായാലും മറ്റൊരാളെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള. പച്ചയായ മനുഷ്യനായതുകൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഒരു സായി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ എന്നാണ് ഞാൻ അവന് വിളിക്കുക. അയാൾ ഉണ്ണി മുകുന്ദനോട് വളരെ മോശമായി പെരുമാറിയ സമയത്ത് ഉണ്ണി മുകുന്ദൻ ഒരു പച്ചയായ മനുഷ്യനായി അയാളോട് പ്രതികരിച്ച ആ ഒരു അവസ്ഥ മാത്രമേ ഉണ്ണി മുകുന്ദനിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദനെ പോലെ വ്യക്തിത്വമുള്ള അതല്ലെങ്കിൽ അത്ര കണ്ട് അഭിനയ ചാതുര്യമുള്ള ആ വ്യക്തിയെ തന്റെ സിനിമാ പ്രൊമോഷനിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഇതും ഒരു മതസ്പർദ്ധ ഇട്ടുകൊടുത്തുകൊണ്ട് സംഘ അതല്ലെങ്കിൽ ഹൈന്ദവ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു വിഭാഗം, ഹിന്ദുക്കൾ ഒരു വിഭാഗം എന്ന രീതിയിലേക്ക്, ക്രൈസ്തവരും ഹിന്ദുക്കളും ഒരു വിഭാഗം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്ത് തന്റെ സിനിമയുടെ വിജയത്തിന് വേണ്ടി പോലും അതിൽ മതം കലർത്തിക്കൊണ്ട് ഉണ്ണി മുകുന്ദനും സുരേഷ് ഗോപിയും മോഹൻലാലും അടക്കമുള്ള ഹൈന്ദവ വ്യക്തിത്വങ്ങൾ അതല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെയൊക്കെ തരംതിരിച്ച് കണ്ടുകൊണ്ട് അവരെ യാതൊരു രീതിയിലും ബാധിക്കാത്ത തന്റെ സിനിമാ പ്രൊമോഷനിലേക്ക് വലിച്ചിഴച്ച് അവരെ നാണം കെടുത്തിക്കൊണ്ട് തന്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു വൈറൽ വിഷയമുണ്ടാക്കുക. ആ വിഷയമുണ്ടാക്കി ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ആ മത വൈരം വളർത്തിവിട്ടുകൊണ്ട് അവരുടെ ആ ഒരു മതത്തിനെ ചൂഷണം ചെയ്ത് തന്റെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന അവനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലും ഭേദം നിനക്ക് ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് സ്പൂണുമായി എടുത്തിറങ്ങി തിന്നുകൂടെ സഹോദര എന്ന് മാത്രമാണ്. കാരണം നിന്റെ സംസ്കാരത്തിനനുസരിച്ച് നീ നിന്റെ ഉമ്മയോടും ബാപ്പ മരിച്ചുപോയ ബാപ്പയോടും ഒക്കെ ഊമ്പി എന്ന് പറയുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഭാഷയിൽ തന്നെ മതം കലർത്തി ഇവിടെ നീ ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും നിനക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇതേ ഭാഷയിൽ തന്നെ മറുപടി കിട്ടുകയുള്ളൂ. എന്തായാലും ഈ വിഷയം മമ്മൂട്ടിയുടെ വിഷയം കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും ബേസ് ഒരു മതത്തിൽ നിന്ന് വന്നവർ ആയതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ സ്വാധീനം കൂടി നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതസ്ഥർ ഇനി നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലാണെങ്കിൽ പോലും അവന്റെയൊക്കെ ഉമ്മയോടും മകളോടും സഹോദരിയോടും പെരുമാറുന്ന എല്ലാ സംസ്കാരവും ഇതിന്റെ അടിയിലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഏറ്റവും വൾഗറായിട്ട് ഏറ്റവും വളരെ മോശകരമായി അവനവന്റെ വീട്ടിലുള്ള സംസ്കാരം കാണിച്ച് അല്ലെങ്കിൽ അവന്റെ മദ്രസ കിതാബിന്റെ അവന്റെ വിശുദ്ധ എന്തോ ഒരു കിതാബുണ്ടല്ലോ അതിന്റെ സംസ്കാരം കാണിച്ച് കമന്റ് ഇട്ട് മെഴുകുന്നുണ്ടെങ്കിൽ അതേ ഒരേ ഒരു വർഗമേ ഉള്ളൂ. ആ വർഗത്തിന്റെ പേരാണ് മമ്മദും ജബ്ബാറും ബഷീറും എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ടീച്ചറെ ചൊറിഞ്ഞോളൂ അങ്ങോട്ട് നന്നായിട്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ഇത് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം നാമധാരിയായി മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ചു എന്നതുകൊണ്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ സംസ്കാരം, നമുക്ക് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം, അതാണ് നമ്മളിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയോട് എന്തു പറയണം, പെങ്ങളോട് എന്തു പറയണം എന്നറിയാത്ത ഇത്തരം മദ്രസ പൊട്ടന്മാർ സാമൂഹ്യ വിപത്ത് മാത്രമല്ല സാമുദായിക വിപത്ത് കൂടിയാണ്. ഇവരെന്തു പറഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു വിഷയമല്ല. ഒരാളും ആ വിഷയം വിഷയമായി എടുക്കാറുമില്ല. നമുക്കറിയാം കോട്ടയം നസീർ, അദ്ദേഹം കലയെ കലയായി മാത്രം കണ്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ ചോറാണ്. കാരണം അദ്ദേഹം അതിനെ ഒരു പ്രൊഫഷനായി ഒരു കരിയറായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ചിലർക്ക് ഇപ്പൊ മമ്മൂട്ടിയുടെ ഒക്കെ വിഷയം വന്നപ്പോ നമുക്ക് മനസ്സിലായി കലയിലും മതം എങ്ങനെ വളരെ രസകരമായി എന്നാൽ ഇരു ചെവി അറിയാതെ കലർത്താമെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോ PC ജോർജിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന ആളുകളെ നമുക്കറിയാം. പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്നു. ഇപ്പൊ PC ജോർജ് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വ്യക്തമായും പറഞ്ഞു ഇന്ത്യ ഏതാണ്ട് താലിബാൻ ആയിക്കൊണ്ടിരിക്കുന്നു, കേരളം ഏതാണ്ട് പൂർണ്ണമായും താലിബാനികളുടെ പിടിയിലായി കഴിഞ്ഞു. ഈ മതവൽക്കരണം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് വരെ ഒടുവിൽ PC ജോർജ് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതല്ല,
എനിക്ക് സംസാരിച്ചപ്പോൾ വൈകാരികമായി എന്റെ നാവിന് സംഭവിച്ച പിഴവല്ല അത്. 45 മിനിറ്റുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ 20 സെക്കൻഡ് ഭാഗമാണത്. ആരും പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് PC ജോർജ് പറഞ്ഞു പോയി എന്ന രൂപത്തിൽ മുക്കാൽ മാധ്യമങ്ങൾ വളരെ ആഘോഷപൂർവം അതിനെ അവതരിപ്പിച്ചു. ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും അവന്റെ തൊഴിലിടങ്ങളിൽ കലർത്താൻ പറ്റിയ മേഖലയാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മേഖലകളും. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ CA റൌഫ് പറഞ്ഞത്, ഇത് എല്ലാ മാധ്യമങ്ങളും ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അസ്ത്രം ഗഫൂർ പറഞ്ഞു, നമുക്ക് ഇന്ന് ആരാ ശത്രുവായിട്ടുള്ളത്? എല്ലാ മാധ്യമങ്ങളും നമ്മുടെ വരുതിയിലാണ് എന്ന് ഓരോ മാധ്യമത്തിന്റെയും പേരെടുത്ത് പറഞ്ഞ്, ആങ്കറുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞത് നമുക്കറിയാം. പക്ഷേ വരാൻ പോകുന്ന വലിയ വിപത്ത്, ഇപ്പോ ഷെയ്ൻ നിഗത്തിന്റെ കാര്യം എടുത്താലും തുടക്കം മുതൽ തന്നെ ഒരുപാട് ആരോപണ വിധേയനായ, കൂടുതൽ കൂലി ചോദിക്കുന്നു എന്നും സൈറ്റിൽ വന്നു കഴിഞ്ഞാല് ഭയങ്കരമായ ഗർവാണെന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കിംവദന്തികൾ നമ്മൾ കേട്ടു. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ശരി, അദ്ദേഹം പറയുന്ന രൂപത്തിൽ ഷൂട്ടിംഗ് ചെയ്യണം, അദ്ദേഹം പറയുന്ന സമയം, അദ്ദേഹം പറയുന്ന ദിവസം, അങ്ങനെയൊക്കെ ഒരുപാട് ഗർവ് വച്ച് പുലർത്തുന്ന ആളാണ് എന്ന തോതിൽ നമ്മൾ കണ്ടു. മമ്മൂട്ടിയെ കുറിച്ച് നമ്മൾ കണ്ടു. അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ അലിയെ അയ്യരാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം മുസ്ലിം വികാരം വ്രണപ്പെടുത്താൻ പാടില്ലാത്ത എന്തോ ഭീകരമായ ഒന്നാണ് എന്ന് നേരത്തെ തന്നെ മമ്മൂട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. മമ്മൂട്ടിയിലേക്ക് മതം കടത്തിവിടണ്ട എന്ന് പറയുമ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് എല്ലാ പത്രങ്ങളിലും വരുന്നത് മമ്മൂട്ടി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും. അതിനകത്ത് മതമില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വിശ്വസിച്ചില്ലേ, ഇനിയിപ്പോ ഇതും കൊണ്ട് വിശ്വസിക്കാം നമുക്ക്. വലിയ വിപത്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതായത് PC ജോർജ് പറഞ്ഞതുപോലെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ എന്റെ കടമയാണത്. നമ്മുടെ രാജ്യം എങ്ങനെയാണ് ജിഹാദിവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു PC ജോർജ് ഈ ഇന്ത്യ ഏതാണ്ട് ഹിന്ദുമതമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവരതിനെ ചിത്രീകരിക്കുമായിരുന്നു എന്ന് PC തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷത്തെ പൊതുപ്രവർത്തനത്തില് PC ജോർജ് നേരിടാത്ത വെല്ലുവിളികളൊന്നുമില്ല. നമുക്കറിയാം, സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടി പിടിച്ചിട്ട് പോലും ചലിക്കാത്ത വ്യക്തിയാണ്. പോപ്പുലർ ഫ്രണ്ടുകാർ നിന്റെ തല വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഫോൺ കോളിൽ പറഞ്ഞത്, എവിടെയാണ് വരേണ്ടത്, സമയം പറഞ്ഞാൽ മതി, തലയുമായി ഞാൻ അവിടെ വരാം, നിന്റെ തന്ത വിചാരിച്ചാൽ എന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല എന്ന് പറയുകയും മുസ്ലിം വോട്ട്, അങ്ങനത്തെ മുസ്ലിം വോട്ട് എനിക്ക് വേണ്ടടാ എന്ന് പറയുകയും ചെയ്ത ഒരു നേതാവാണ് PC ജോർജ്. അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളോട് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ വിഷയാധിഷ്ഠിതമായി പറയുന്ന ഏത് കാര്യവും നമുക്ക് അംഗീകരിക്കുകയല്ലാതെ തരമില്ല. ചില അപ്രിയ സത്യങ്ങളാണ് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ഒരുപാട് ആളുകൾ അതോടുകൂടി അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്താകുകയും ചെയ്തു. എന്നാലും അത് കാര്യമാക്കാതെ രാജ്യസ്നേഹം കൊണ്ടാണ് അദ്ദേഹം ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിളിച്ചു പറഞ്ഞത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പൂഞ്ഞാറിൽ നടന്നത് ഭീകര സംഘടനകളുടേതടക്കം അദ്ദേഹത്തിന് പരിചയമല്ലാത്ത ഒരുപാട് രൂപത്തിലുള്ള പരസ്യവും രഹസ്യവുമായ വെല്ലുവിളികളും ആക്രമണങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ ഇടപെടലുകളും നടന്നു എന്ന് PC പറഞ്ഞു. കേരള സമൂഹം തിരഞ്ഞെടുപ്പ് കാലത്ത് ആകെ അറിഞ്ഞത് ഈരാറ്റുപേട്ടയിലെ തേവരുപാറ എന്ന സ്ഥലത്ത് PC ജോർജിനെതിരെ ഉണ്ടായ ഒരു അതിക്രമത്തിന്റെ വാർത്ത മാത്രമാണ്. പക്ഷേ 179 ബൂത്തുകളുള്ള പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ SDPI ഉൾപ്പെടെയുള്ള ജിഹാദി പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള 26-ലധികം ബൂത്തുകളിൽ ഈ PC ജോർജിനെ അനുകൂലിക്കുന്നവർക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമങ്ങളും ഭീഷണികളും ഒന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. PC ജോർജ് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് വരും നാളുകളിൽ സ്വന്തം അനുഭവത്തിലൂടെ ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും ഒരു വലിയ സമൂഹം എന്നെ ആ സമയത്ത് പിന്തുണയ്ക്കുമെന്നും ഇന്ന് ഈ സമൂഹത്തില് എന്നെ ഒറ്റപ്പെടുത്തി എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉടനെ തന്നെ വെളിവും വെള്ളിയാഴ്ചയും വരുമെന്ന് PC ജോർജ് അന്ന് പറഞ്ഞത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതെ, അദ്ദേഹം ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നും അദ്ദേഹം ഉരുകി ഒലിച്ചു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ മതേതര രാജ്യമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇവരെ പേടിച്ച് പോളിംഗ് ബൂത്തിൽ പോയി സ്വതന്ത്രമായി തന്റെ വോട്ടവകാശം പോലും രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് PC ജോർജ് പറയുന്നു. PC യെ അനുകൂലിക്കുന്ന
നൂറുകണക്കിന് ആളുകൾക്ക് PC-യുടെ നിയോജക മണ്ഡലത്തിൽ, അതായത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പോലും വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പൊതുസമൂഹത്തോട് അദ്ദേഹം ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. 20% താഴെ വരുന്ന ജിഹാദികൾ ബാക്കിയുള്ള 80% വരുന്ന നിഷ്കു സമൂഹത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അവരുടെ ഫാസിസ്റ്റ് രീതിയിലൂടെ അവർ തെറ്റിദ്ധരിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ 20% 80% വരുതിയിലാക്കിയിരിക്കുന്നു. ഇതാണ് വർഗീയ ഏകീകരണം. ഇതൊക്കെ നമ്മുടെ ഈ മതേതര ഭാരതത്തിന് അപമാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസും കൂട്ടവും. ഇനി ഇത് ആവർത്തിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ഈ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതര വിശ്വാസികളും വിചാരിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇത്തരം പ്രവണതകളുടെ തുടക്കമാണ് 2010 അച്യുതാനന്ദൻ വിളിച്ചു പറഞ്ഞത്. ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഈ രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. യുവാക്കളെ അവർ മതം മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിനെ എതിർക്കേണ്ടത് തന്റെ കടമയാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് വിയോജിപ്പുകൾ, ഭീഷണികൾ, വധശ്രമങ്ങൾ ഒക്കെ നിൽക്കുമ്പോഴും PC ജോർജ് ഇത് നമ്മളോട് വിളിച്ചു പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം നടത്തി എങ്ങനെയും അധികാരത്തിലെത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ശ്രമിക്കുന്ന ചില മുന്നണി നേതൃത്വങ്ങളുണ്ട്. അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ജിഹാദി സംഘടനകളുടെ അജണ്ടയെ അവർ ഒന്നുകിൽ അറിഞ്ഞോ അറിയാതെയോ അവര് കാണില്ല. കാരണം അവർക്ക് വേണ്ടത് അധികാരം മാത്രമാണ്. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ പല നേതാക്കളും മണിക്കൂറുകൾ കൊണ്ട് ഇട്ട പോസ്റ്റ് മുക്കുന്നത് നമ്മൾ കാണുന്നു, നിലപാട് തിരുത്തുന്നത് നമ്മൾ കാണുന്നു. സംഘടിതമായ ഈ ശക്തിയുടെ സമ്മർദ്ദം എന്താണ് എന്ന് നമ്മൾക്ക് ഇന്ന് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം കലയിലായിരുന്നാലും കായികത്തിലായിരുന്നാലും രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും മതവൽക്കരണം വന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് SDPI നേതാവ് നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ വീഡിയോ ഇന്ന് വൈറലാണ്. ഇതില് 2031 ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 2047 ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയുടെ നേതാവല്ല, മറിച്ച് ഒരു വർഗീയ ന്യൂനപക്ഷ സംഘടനയുടെ നേതാവാണ്. കേരള ഹൈക്കോടതി ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തിയ ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന വലിയ ഒരു അശാന്തിയുടെ, വലിയ ഒരു അസമാധാനത്തിന്റെ നാളുകളെ കുറിച്ചിട്ടാണ്. അതായത് വർഗീയ സംഘർഷങ്ങളുടെയും ലഹളകളുടെയും അശാന്തി മാത്രം നിറയുന്ന നാളുകൾ. മറ്റു മതവിശ്വാസികൾ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടേണ്ടി വരുന്ന ഒരു ദുർഗതിയെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 7-8 വർഷത്തിനുള്ളിൽ യൂറോപ്പിൽ നടന്ന കുടിയേറ്റങ്ങൾക്ക് ശേഷമുണ്ടായ തീവ്രവാദ ആക്രമണങ്ങളും ആ രാജ്യത്തിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്താനും സമാധാനമായി ജീവിച്ചിരുന്ന ജനതയെ ഭീതിയുടെ ദിനങ്ങളിലേക്ക് തള്ളിവിട്ടതും നമ്മൾ ഇന്ന് കാണുവാണ്. കാരണം അവരുടെയൊക്കെ ഉള്ളിലുള്ള മനുഷ്യത്വമുണ്ട്. എല്ലാ മനുഷ്യനും ഭൂമിയുടെ അവകാശികളാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം സ്വൈരമായി നിർഭയത്വത്തോടുകൂടി. പിറന്ന മണ്ണിൽ ഇടമില്ലാതെ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഈ വിഭാഗത്തിന് നമ്മൾ അഭയം നൽകേണ്ടതാണ് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും മനസാക്ഷിയുള്ള മനുഷ്യരും ചിന്തിക്കുകയും ഇവർക്ക് കിടക്കാൻ ഇടം നൽകിയപ്പോൾ പിന്നീട് ഇവർ മാത്രം മതി എന്ന രൂപത്തിലേക്കായി. ഇവർക്ക് പിന്നീട് സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം, പള്ളികൾ വേണം, മദ്രസകൾ വേണം. പിന്നീട് പൊതുനിരത്തിൽ ഇവരെ നമസ്കാരം തുടങ്ങി. പിന്നീട് കത്തോലിക്ക സഭയിൽ കുർബാന നടത്തുന്ന സമയത്ത് മുസല്ലയുമായി കയറി വന്നതിന്റെ നടുക്ക് നിന്ന് നമസ്കരിച്ച് ഗർവോടുകൂടി എന്തോ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടി ഇറങ്ങിപ്പോകുന്ന മുസ്ലിമിനെ വരെ ക്രിസ്ത്യാനിക്ക് കാണേണ്ടി വന്നത് അവരുടെ മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. അവരൊക്കെ എത്രമാത്രം ഭീതിയോടുകൂടിയാണ് കാണുന്നത് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സിറിയയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മാനസിക രോഗിയായ വിശ്വാസി ആയുധവുമായി സകലമാന പാർക്കുകളിലും കയറി ഇറങ്ങി യൂറോപ്പില്. എന്നിട്ട് 9ഓളം കുഞ്ഞുങ്ങളെ ഇയാള് വെട്ടി പരിക്കേൽപ്പിച്ചു. ഇങ്ങനെ എന്താണ് കാരണം? ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചില്ല. ഒരൊറ്റ കാരണം. ഫ്രാൻസ് ആകട്ടെ, ബെൽജിയം ആകട്ടെ, സ്പെയിൻ ആകട്ടെ, ബ്രിട്ടൻ ആകട്ടെ, ഏത് രാജ്യത്തിന്റെ ലിസ്റ്റ് എടുത്താലും ശരി, ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു എന്നും ആരാണ് ചെയ്തതെന്നും അതിനെ അമർച്ച ചെയ്യാൻ വേണ്ടി ആ രാജ്യം അനുഭവിച്ച പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും എന്താണെന്നും ചിന്തിച്ചാൽ മാത്രം മതിയാകും. ലോകമെമ്പാടും വർഗീയ വിഭജനങ്ങളും വർഗീയ അധിനിവേശങ്ങളും ഉണ്ടായ സമയത്ത്
അവർക്കെല്ലാം അഭയം നൽകിയ, അവർക്കെല്ലാം സഹായം നൽകിയ, സാഹോദര്യത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവരെ സ്വീകരിച്ച ഈ ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നോക്കൂ. അഫ്ഗാനിലെ താലിബാനുകൾ പിടി ഉയർത്തിയ സമയത്തും സ്വതന്ത്ര ഭാരതം ഉണ്ടായിരുന്നു അഭയാർത്ഥികളായ അഫ്ഗാനികളെ സ്വീകരിക്കാൻ. രാജ്യം ഒന്നടങ്കം അവരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആർഷഭാരത സംസ്കാരം അവരെ വെറുതെ താലിബാനികൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ അവരെ സ്വീകരിച്ച സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ ഇന്ന് ഏതാണ്ട് കഴിഞ്ഞുപോയി. യഹൂദന്മാർ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെട്ട സമയത്ത് പേർഷ്യയിൽ നിന്നും, അതായത് ഇന്ന് കണ്ടില്ലേ ഇബ്രാഹിം റൈസി മരണപ്പെട്ട ഇറാൻ, വർഗീയ അധിനിവേശത്തിന്റെ പേരിൽ പലായനം ചെയ്ത ടാറ്റ, നമുക്കറിയുന്ന വസ്തുതയാണ് ഇതെല്ലാം. ഫിറോസ് ഗാന്ധി, ആരാ ഫിറോസ് ഗാന്ധി? ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്. എന്താണ് അയാളുടെ പേര്? ഫിറോസ്. ആലോചിച്ച് വെച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ ഭാരതത്തെ തീരെഴുതി കൊടുക്കാൻ അവർ തയ്യാറായത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ഇവരുടെയൊക്കെ പൂർവികരായ പാർസികൾക്ക് അഭയം നൽകിയ വലിയ പാരമ്പര്യമുള്ള ഈ ഭാരതത്തെ ഇന്നവർ വീണ്ടും മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ശ്രമിക്കുവാണ്. 1947 മതത്തിന്റെ പേരിലാണ് ഈ മഹാരാജ്യത്തിന്റെ മാറു മുറിച്ചതെങ്കിൽ ഇന്ന് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അവിടുത്തെ ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ക്രൈസ്തവർക്കും ഒക്കെ ഏത് രൂപത്തിലുള്ള സംരക്ഷണമാണ്, പോട്ടെ മാനുഷികമായ പരിഗണനയെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയാകും. എന്തുകൊണ്ടാണ് അവർ കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്നത്? എന്തുകൊണ്ടാണ് അവർ ഈ വേട്ടക്കാരുടെ ഇരകളായി മാറുന്നത്? എന്തുകൊണ്ടാണ് അവർ നാട് വിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ രാജ്യം പോകുന്ന അപകടകരമായ സാഹചര്യം എന്താണെന്ന്. ഭാരതത്തിന്റെ മണ്ണില് അരാജകത്വം സൃഷ്ടിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ഈ തീവ്രവാദികളുടെ ശ്രമങ്ങൾ വലിയ നേതൃത്വമുണ്ട് ഇതിന് പിന്നില്. ഇറാൻ ആയിരുന്നാലും തുർക്കി ആയിരുന്നാലും ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്ന ഖത്തറാണെങ്കിലും ഏത് രൂപത്തിലുള്ള പണവും ഒഴുക്കി ഇവരെ സഹായിക്കാൻ, ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ എപ്പോഴും ഇവരുണ്ടാകും. പക്ഷേ ഇവരറിയപ്പെടുന്നത് മതേതര പാർട്ടികൾ എന്നായിരിക്കും. ഇവര് വർഗീയ പാർട്ടിയാണ് എന്ന് ഇവർ സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അറിയുന്ന ആളുകൾ പോലും സമ്മതിക്കില്ല. ഇനി നമ്മളെ വിമർശിക്കുന്ന ആളുകൾക്ക് വിമർശിക്കാം, ഒരു കുഴപ്പവുമില്ല. തന്തയ്ക്ക് വിളിക്കണോ, തെറി വിളിക്കണോ, എത്ര വേണമെങ്കിലും വിളിച്ചോ, ഇവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മതേതര കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ചാൽ മതി. പത്രത്തില് പബ്ലിക്കായി കൊടുത്ത ചില പരസ്യങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. ഞമ്മന്റെ കേരളം, ഞമ്മന്റെ കോഴിക്കോട്. എന്തിനേറെ പറയുന്നു, ഗുരുവായൂരിൽ നിന്ന് ഒരു വ്യക്തി എടുത്തിട്ടിരിക്കുന്ന ചിത്രം ഒരു പോലീസ് ജീപ്പിന്റെ ചിത്രമാണ്. അതിനകത്തുള്ളത് പാകിസ്ഥാന്റെ ചിഹ്നമായിരുന്നു. മതേതര കേരളത്തെ കുറിച്ച് 4 നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ഇത്തരം വസ്തുതകളൊന്നും കാണാറില്ല. മുസ്ലിം ഏരിയ ആയപ്പോൾ ഇങ്ങനെ മുസ്ലിം രാജ്യമാകുമ്പോൾ എന്താകും അവസ്ഥ എന്ന് നോക്കിയാൽ മതി. കാരണം ഓരോ രാജ്യത്തെയും ഓരോ നാടിനെയും ഇവർ ഏത് രൂപത്തിലാണ് വെട്ടിമുറിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓരോ ഏരിയകളിലും ഇവർ മതം തിരികിക്കൊണ്ടിരിക്കുവാണ്. ഓരോ ബിസിനസ് മേഖലകളും ഇവർ മതവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഹലാൽമയമൊക്കെ. സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നുമൊക്കെ ക്രിസ്ത്യാനികൾ ജീവനം കൊണ്ട് ഓടിയതുപോലെ ഇതേ രൂപം തന്നെയാണ് ഈ കേരളക്കരയിൽ ആവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചാൽ മതി. രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ മതേതരത്വം ഇവർ തകർക്കാൻ ശ്രമിക്കുവാണ്. 2, എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല, പക്ഷെ ഈ ഭീകരരെ മറ്റു മുസ്ലിങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അവർക്കും ഇത് തന്നെയാണ് രഹസ്യ അജണ്ട എന്ന് മനസ്സിലാക്കുന്നത്. പണ്ട് പരസ്യമായി പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് രഹസ്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പരസ്യമായി അവരിതിനെയൊക്കെ മതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ, 21 ആവർത്തിക്കാൻ ഇനിയും ഞങ്ങൾ കാത്തിരിക്കുവാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടുമോ? ഏതെങ്കിലും മതമൗലികവാദികൾ ഇത് ശരിയാണ് എന്ന് സമ്മതിച്ചു തരുമോ? ഏതെങ്കിലും ചാനലുകാർ സമ്മതിക്കുമോ? പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ട് ബാങ്കിനെ പിണക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വോട്ട് ബാങ്കാണ് ലക്ഷ്യം. ഇനിയും ചിലപ്പോ നമ്മൾ ഇത് പറയുന്നത് കൊണ്ട് സംഖ്യചാപ്പ അല്ലെങ്കിലും ഉണ്ട്, അതൊന്നും വിഷയമല്ല. പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോ ആര് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു അവരെ പിടിച്ചങ്ങ് സംഖ്യയാക്കുക. പ്രധാന വിഷയങ്ങൾ നമ്മുടെ ഭാഗത്ത് വരുമ്പോൾ നൈസായി സംഖ്യ ചാപ്പയടിച്ച് അവരെ ഒന്നുമല്ലാതെയാക്കി മാറ്റുക. അങ്ങനെ വിഷയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ജിഹാദി അജണ്ടകൾ, ഈ ജിഹാദീവൽക്കരണങ്ങൾ ഒരു നല്ലൊരു വിഭാഗം ആളുകളും ഭയന്ന് മിണ്ടാതിരിക്കും. കാരണം സംഖ്യ ചാപ്പയാണല്ലോ. മണ്ടന്മാരായ മതേതര വിശ്വാസികൾ ഇതും വിശ്വസിക്കും. ഇന്ന് കേരളം പഴയ കേരളമല്ല. നമ്മൾ പറയുന്നത് പോലെ തന്നെ കേരളം ഏതാണ്ട് അൽ കേരളം ആയിക്കഴിഞ്ഞു എന്നതിന്റെ യാഥാർത്ഥ്യമാണ് ഷെയ്ൻ നിഗത്തിലൂടെയും
മമ്മൂട്ടിയിലൂടെ ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം രാമസിംഹൻ ഒരുപാട് അനുഭവങ്ങളിൽ പൂത്തുലഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അദ്ദേഹം പറയുന്നതൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ആലോചിച്ച് നോക്ക്. 1921 എന്ന ചരിത്ര സിനിമ എത്ര കടമ്പകൾ കടന്നിട്ടാണ് അദ്ദേഹം ആ സിനിമ ടെലികാസ്റ്റ് ചെയ്തത്. എന്നിട്ട് പോലും എത്ര ഹിന്ദുക്കളും എത്ര ക്രിസ്ത്യാനികളും ആ സിനിമയ്ക്കൊപ്പം നിന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ചരിത്രമുറങ്ങുന്ന മണ്ണ് പോലും ഇന്ന് ആ ചരിത്രത്തിന്റെ രേഖ പോലും ഇല്ലാതെയായി. എവിടെ തൂർക്കിണർ ആരുടെ പേരിലാണ് ഇന്നത്? അങ്ങനെ ചരിത്രത്തെ സംരക്ഷിക്കാൻ ഇന്ന് ആളില്ലാതെയായിരിക്കുന്നു. ആ രൂപത്തിൽ ഈ കേരളം ഇനി ഒരു അൽഖേരളമായി മാറുമെന്ന് പറയേണ്ട ഏതാണ്ട് മാറിക്കഴിഞ്ഞു. ഫേസ്ബുക്കിലൂടെ വന്നിട്ടുള്ള ഒരു മുഹമ്മദിന്റെ, ഈ മുഹമ്മദ്മാര് ഭയങ്കര ഗംഭീരല്ലേ ടീച്ചറെ? കമന്റ് ഇടുന്നതിന്റെ ഒക്കെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് ഉണ്ടാവും. ഒരു മുഹമ്മദ് എന്ന് പറയുന്നത് തന്റെ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയതാണ് ജോസഫ് മാസ്റ്റർ കൈയും കാലും വെട്ടിയത്. ഇവിടെ നസീർ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നു, അവന്റെ മോളോടും ഉമ്മയോടും ഭാര്യയോടും സഹോദരിയോടും പറയുന്ന ഒരു ഭാഷയാണ് കേട്ടോ. നായിന്റെ മോളെ, നിന്റെ അമ്മയുടെ പൂ എന്ന് ഉദ്ദേശിച്ചത് അവന്റെ ഉമ്മാന്റെ പൂവാണ്, പെങ്ങളുടെ കുഞ്ഞിപ്പൂവാണ് എന്തോ അറിയില്ല. ഇനി ഇവന്റെ മോളുണ്ടോ എന്ന് അറിയില്ല. എടോ, എല്ലാ നിന്റെ ഉമ്മയ്ക്കും നിന്റെ പെങ്ങൾക്കും നിന്റെ മോൾക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ ഈ പറയുന്ന എല്ലാ വർഗത്തിലുമുള്ള സ്ത്രീകൾക്കുള്ളത് തന്നെയാണ്. എന്റെ വീട്ടിലുള്ളതായാലും ടീച്ചറുടെ വീട്ടിലുള്ളതായാലും ഈ പറയുന്ന എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് നീ നായിന്റെ മോളെ എന്ന് പറയുമ്പോൾ അത് നിന്റെ ഉമ്മയെയും നിന്റെ മകളെയും നിന്റെ പെങ്ങളെയും നിന്റെ മോളെയും ആണ് എന്ന് നസീർ മമ്മദ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നിന്റെ വീട്ടിലുള്ളവരിലേക്ക് അങ്ങോട്ട് തിരിച്ചിട്ടിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. നിന്റെ മകളെ കാണുമ്പോൾ നിന്റെ മകളെയും നിന്റെ ഭാര്യയും നിന്റെ ഈ ഭാര്യയും ഈ പറയുന്ന ഉമ്മയെയും പെങ്ങളെയും കാണുമ്പോൾ അത് പച്ചക്കൊന്ന് പറഞ്ഞു നോക്ക്. നിന്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കില്ല. കാരണം മദ്രസ വിദ്യാഭ്യാസം കിട്ടിയതല്ലേ നസീർ മുഹമ്മദിന്റെ പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ. അതുകൊണ്ട് കരണക്കുറ്റി ഒന്നും അടിക്കില്ല. നിനക്ക് നിന്റെ ഭാര്യയായാലും നിന്റെ പെങ്ങളായാലും നിന്റെ ഉമ്മയായാലും നിന്റെ മോളായാലും നിന്റെ കാമം തീർക്കാനുള്ളതാണ് നസീർ മുഹമ്മദ്. അതാണല്ലോ നിന്റെ കിതാബിൽ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കമന്റിൽ തെറി പറയുന്ന ഒരു മമ്മദിനെയും തിരിച്ചു പറയാതെ ഇനി വിടില്ല എന്നുള്ളത് കൊണ്ട് ഇതിന്റെ പേര് ചൊറിയാതെ വയ്യ എന്നുള്ളതാ. ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അങ്ങോട്ട് മാന്തി പൊളിക്കും മമ്മദ്. ഇനി ഞാന് ഇവിടെ ടീച്ചർ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടൊരു കാര്യം പറയേണ്ടത്, ഇവർ ഭൂരിപക്ഷമായാൽ എന്ത് എന്നുള്ളത് നമ്മൾ ഒരുപാട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. 2012 തമിഴ്നാട്ടിൽ ഇവർ ഒരു പ്രദേശത്ത് ഇവർ ഭൂരിപക്ഷമാവുന്നു. ആ ഭൂരിപക്ഷമായതിനു ശേഷം ഇവർ മദ്രാസ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഹർജിയിൽ പറയുന്ന ആവശ്യം എന്തായിരുന്നു എന്നറിയാമോ? ഇവിടെ ഞമ്മന്റെ ആളുകൾ ഭൂരിപക്ഷമായിട്ടുണ്ട്, ഇവിടെ ക്രൈസ്തവ ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ പാടില്ല, അവരുടെ ഈ പറയുന്ന ആരാധനാ കേന്ദ്രങ്ങളൊന്നും പാടില്ല, അതായത് ക്ഷേത്രവും ചർച്ചുകളും പൊളിച്ചു കളയണം എന്ന് പറഞ്ഞൊരു ഹർജി മദ്രാസ് ഹൈക്കോടതിയിൽ കൊണ്ടു ചെല്ലുക എന്നുള്ളത്. ആലോചിച്ച് നോക്കണം ഇവരുടെ ഒരു ധൈര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞമ്മൻ ഭൂരിപക്ഷമായപ്പോൾ ഞമ്മന്റെ പ്രദേശത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത്. നീ 100 അല്ലെങ്കിൽ 120 200 300 വർഷം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാന്റെ പേരുണ്ടായിരിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു. ഈ ഹൈന്ദവരും ക്രൈസ്തവരും ഭൂരിപക്ഷമുള്ള ഇടത്ത് നിന്റെ ഈ പറയുന്ന മദ്രസയോ അതല്ലെങ്കിൽ നീ നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളി ഉണ്ടല്ലോ, ആ പള്ളി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഈ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചാൽ നിനക്കെതിരെ ഞാൻ എന്ത് നടപടിയെടുക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചു. അത് വലിയൊരു സാക്ഷ്യപ്പെടുത്തലായിരുന്നു. അതിനുശേഷം ഇവന്മാർ ഇതുപോലെ കോടതിയെ സമീപിച്ചിട്ടില്ല. അതായത് ഇവന്മാരുടെ വിചാരം എത്രത്തോളം ഉയർന്ന രീതിയിലാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല അസ്രം ഗഫൂർ അടക്കമുള്ള ഒരുപാട് ഈ ജിഹാദികൾ പറഞ്ഞിട്ടുണ്ട്, ഞമ്മന്റെ ആളുകൾ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് എത്തണം, ഞമ്മന്റെ ആളുകൾ IAS IPS അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള എല്ലാ തലങ്ങളിലേക്കും പഠിച്ചു മുന്നേറണം, അതിനുവേണ്ടി ഞമ്മന്റെ ആളുകൾക്ക് ഇവിടെ നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 100 കണക്കിന് ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നെഹ്റു ഇതൊക്കെ ചെയ്തത് എന്ന് ടീച്ചർ പറഞ്ഞു. കാരണം എല്ലാ കാലത്തും ഞാൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ചാൽ ഹിന്ദു ആണോ എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം ആണോ ക്രൈസ്തവനാണോ എന്ന് ചോദിച്ചാൽ സ്വന്തം ഒരു അസ്തിത്വമില്ലാതെ ഗാന്ധി എന്ന് പറയുന്ന പദം പോലും ഓട്ടിച്ചുകൊണ്ട് ഇന്നും രാഹുൽ ഗാന്ധി വെറും ഗണ്ഡിയായിരുന്നു, ഫിറോസ് ഗണ്ഡിയുടെ മകനായിരുന്ന അവൻ എങ്ങനെയാണ് ഗാന്ധി ആയത് എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് മഹാത്മാ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ മഹാപുരുഷനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതിന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ആ വ്യക്തിയുടെ ഗാന്ധി എന്ന് പറയുന്ന പദം പോലും ഓട്ടിച്ചുകൊണ്ട്
ഫിറോസ് എന്ന് പറയുന്ന ഒരു സുഡാപ്പി, ഒരു ജിഹാദി, ഒരു മുസ്ലിം, അവൻ എങ്ങനെയാണ് ഗാന്ധിയായി മാറിയതെന്ന് ചിന്തിക്കുക. ഗണ്ഡി എന്നത് എങ്ങനെ മാറിയെന്നൊക്കെ നിങ്ങൾക്ക് ചരിത്രം പറയുന്ന മറ്റൊരു ഓഡിയോ ഞാനിവിടെ ഞാൻ ഉച്ചയ്ക്ക് ഇത് കേൾപ്പിച്ചതാണ്. ഹമീദ് ചേന്ദമംഗലൂർ എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിലുള്ള മമ്മൂട്ടി ആയാലും ഈ പറയുന്ന ഷൈൻ നിഗമായാലും ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കൃത്യമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹമീദ് ചേന്ദമംഗലൂരിന്റെ ഈ ഓഡിയോയിൽ കൃത്യമായിട്ടുണ്ട്. ഒന്ന് കേട്ടു നോക്കാം, നമുക്ക് എന്നിട്ട് തിരിച്ചു വരാം. മറ്റു മതങ്ങളെ പോലുള്ള മതമല്ല. അതിൻ്റെതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അതിൻ്റെതായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്, ക്ലിയർ ആണല്ലോ അല്ലെ ടീച്ചർ? അതിൻ്റെതായ സങ്കല്പം. ആ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ്, ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല മുസ്ലിങ്ങളും കരുതുന്ന പോലെ പ്രാർത്ഥിക്കുക, 5 നേരം നമസ്കരിക്കുക, റംസാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക, സക്കാത്ത് നൽകുക എന്നത് മാത്രമല്ല, മറിച്ച് ഒരു ഇസ്ലാം സമ്പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്തിൽ പറ്റുമെങ്കിൽ ലോകത്തിൽ ഉടനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം, അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ പറയുന്ന മുസ്ലിം ബ്രദർഹുഡ് ഈജിപ്തിൽ പ്രചരിപ്പിച്ചു. അതിന്റെ താത്വികാചാര്യനായിരുന്നു സയ്യിദ് കുത്തുബ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്. മലയാളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരി വഴിയടയാളങ്ങൾ എന്ന പേരിൽ ആ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മൈൽ സ്റ്റോൺസ് ആണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ബൈബിളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതേ സമയത്ത് തന്നെ 1941 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഈ പറയുന്ന മുസ്ലിം ആശയത്തോട് ഒരു പ്രസ്ഥാനം അതാണ് ജമാഅത്തെ ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെതായ ഭരണ വ്യവസ്ഥ സ്ഥാപിക്കണം. അത് സ്ഥാപിക്കുന്നത് മുസ്ലിങ്ങളുടെ കടമയാണ്. അതിനുവേണ്ടി ജിഹാദ് നടത്തണം എന്നൊക്കെയുള്ള ആശയങ്ങളാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ യെസ്. ഇതിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് ദേശീയത എന്തെന്ന് മുസ്ലിങ്ങൾക്കില്ല, ജനാധിപത്യം എന്തെന്ന് മുസ്ലിങ്ങൾക്കില്ല. ഭാരതമായാലും ഏതൊരു രാജ്യമായാലും ആ ഏത് ലോകത്താകമാനമുള്ള എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യമാക്കി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര എല്ലാ മുസ്ലിങ്ങളിലും ഉണ്ടാവും. അത് അവന്റെ ജന്മഗുണമാണ്, അവന്റെ വർഗ്ഗഗുണമാണ്, അവന്റെ വിദ്യാഭ്യാസ ഗുണമാണ്. കാരണം അവന് കിട്ടുന്നത് കുഞ്ഞുനാളിൽ 3-4 വയസ്സ് മുതൽ അവന്റെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റി വിടുന്ന ചിന്തകളാണ് ഈ ഹമീദ് ചേന്ദമംഗലൂർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഇപ്പൊ ഈ ഭാരതത്തിൽ ഈ പറയുന്ന ഷൈൻ നിഗം ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഇവരൊക്കെ ചെയ്യുന്നതിൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇവരൊക്കെ പഠിച്ചു വന്നിട്ടുള്ള സംസ്കാരം, ഇവരൊക്കെ പകർന്നു കിട്ടിയിട്ടുള്ള ആ ഒരു സംസ്കാരം അത് ഇത് തന്നെയാണ്. അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന മേഖല ഇന്ന് നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖല തന്നെയാണ്. നമ്മൾക്കറിയാം കഴിഞ്ഞ ഒരു ചർച്ചയിൽ രാമസിംഹൻജി പറയുകയുണ്ടായി, അതായത് ഇപ്പൊ ബെൽബോട്ടൺ പാന്റ് ജയനൊക്കെ അണിഞ്ഞ സമയത്ത് ആ ബെൽബോട്ടൺ എന്ന് പറയും ജയനും നസീറും ഒക്കെ ആ കാലത്ത് അണിഞ്ഞ ആ പാന്റ് അതുവരെ അണിയാത്ത ആളുകൾ ഇവരണിഞ്ഞതോടുകൂടി എന്തായി, പിന്നെ ജനങ്ങൾ അതൊരു ഫാഷനായി ഏറ്റെടുത്തു. മാത്രമല്ല ജയന്റെയും ഇവരുടെയൊക്കെ പഴയകാല സിനിമാ നടന്മാരുടെ മുടി ചീകൽ സ്റ്റൈലുകൾ, അത്തരത്തിൽ അവരെന്താണോ ചെയ്യുന്നത് അത് അനുകരിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ കാലഘട്ടം ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ എത്തി നിൽക്കുമ്പോഴും സിനിമ എന്ന് പറയുന്ന ആ ഒരു മീഡിയയിലൂടെ കൃത്യമായിട്ടും എന്താണോ പറയുന്നത് അത് അനുകരിക്കാൻ മലയാളിക്ക്, അതല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ പ്രത്യേകിച്ച് മലയാളിക്ക് ഒരു കൂടുതൽ താല്പര്യമുണ്ട്. എന്നാലോ ഞമ്മന്റെ ആളുകൾക്ക് ഈ സിനിമ ഹറാമാ. അതുകൊണ്ട് എന്താ ഗുണം? അതുകൊണ്ട് ഞമ്മന്റെ ആളുകൾ ഇതൊന്നും അനുകരിക്കില്ല, ഞമ്മന്റെ ആളുകൾ ഇതൊന്നും അറിയുകയുമില്ല. മാത്രമല്ല മമ്മൂട്ടിയെ പോലെയുള്ള മഹോ നടന്മാരെ വെച്ചുകൊണ്ട് ചെയ്യുന്നത് മൊത്തം ഞമ്മന്റെ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല, അന്യമതസ്ഥരെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്യമതസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കാണുന്നതും ഈ അന്യമതസ്ഥരാണ്. ഞമ്മന്റെ ആളുകൾക്ക് ഇത് ഹറാമായതുകൊണ്ട് ഇത് കാണാൻ പോവില്ല, ഞമ്മന്റെ ആളുകളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് കാണാൻ പോവില്ല. കാരണം ചാക്കിൽ കയറിയിരുന്ന് അവിടെ ഇരിക്കുക തന്നെയാണല്ലോ, പഴം പഴിപ്പിക്കാൻ ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് അവരും പോകുന്നില്ല. പിന്നെയോ TV ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിൽ ഞമ്മക്ക് ഇതൊക്കെ ഹറാമായതുകൊണ്ട് ഞമ്മിലേക്ക് വരികയും ഇല്ല, ഞമ്മന്റെ ആളുകളെ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഇടയിലേക്ക് ഒരു വലിയ സ്പർദ്ധ ഇട്ട് കൊടുക്കുക, നീ ഒന്നുമല്ല, ഇസ്ലാം എന്ന് പറയുന്ന മതം മാത്രമാണ് ഇവിടെ വലിയ മതം, ഞമ്മന്റെ ദൈവമാണ് മാത്രമാണ് വലിയ മഹാനായ ദൈവം എന്ന് വാഴ്ത്തിപ്പാടുമ്പോൾ ഇവിടെയുള്ള ഓരോ ഹൈന്ദവനും ക്രൈസ്തവനും സഖാക്കന്മാരും അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും വീതിച്ചെടുത്തിട്ടുള്ള ഇവന്മാരിലേക്ക്, അല്ലെങ്കിൽ തന്നെ സംസ്കാരം എന്തെന്ന് അറിയാതിരിക്കുന്ന പുതിയ തലമുറ ആ അറിയാത്ത സംസ്കാരത്തിലേക്ക്, അറിയാത്ത ഈ കാര്യങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത്, പച്ച നുണകൾ പടച്ചിറക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇവരിലേക്കാണ് സ്വാധീനം ചെല്ലുക. അതുകൊണ്ട് തന്നെ സഖാക്കന്മാർ വീതിച്ചെടുത്തുകൊണ്ട് ഇവിടെ
സമുന്നത അതല്ലെങ്കിൽ സാംസ്കാരികം നശിപ്പിച്ചുകൊണ്ട് അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് നവോത്ഥാനം. ഈ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മ്യൂണിസത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന തലമുറ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു LP സ്കൂൾ അധ്യാപകനോട് ചോദിച്ചു നോക്കുക. 5ാം ക്ലാസ് മുതൽ കുഞ്ഞു മക്കളിൽ എങ്ങനെയാണ് മയക്കുമരുന്ന് എത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് കുഞ്ഞു മക്കളിൽ സെക്സ് എന്താണെന്നുള്ളത്, അതിപ്രസരം, അതിന്റെ ആ ഒരു അതിപ്രസരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളോടും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോടും ചോദിച്ചു നോക്കുക. അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ എത്രത്തോളമാണ് നമ്മുടെ കുഞ്ഞു മക്കളിൽ പോലും ഇവന്മാരൊക്കെ ഇപ്പൊ ഷെയ്ൻ നിഗമായാലും മറ്റൊട്ടേറെ യുവ നടന്മാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ അഭിനയിച്ച സിനിമ. ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയ ആവേശം എന്ന് പറയുന്ന സിനിമയുണ്ട്. ഈ ആവേശം എന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ മദ്യപാനവും മയക്കുമരുന്നും ഗുണ്ടായുസവും ക്രിമിനൽ ആക്ടിവിറ്റീസ് മാത്രമാണ്. ഇത് കണ്ട് കുട്ടികൾ, കുഞ്ഞു മക്കൾ പോലും, എന്റെ മോൻ പോലും ഉണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം എന്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവന് ആ സിനിമ കാണാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. ആലോചിച്ച് നോക്കണം കുട്ടികളിൽ എത്രത്തോളമാണ് ഇന്നത്തെ ഈ സിനിമാ നടന്മാരുടെ സ്വാധീനം വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലൂടെ ഇവർ കാട്ടിക്കൂട്ടുന്ന ഞങ്ങൾക്ക് ഹറാം ആയിരുന്നു എന്ന് ഇവർമാർ മുമ്പ് പറഞ്ഞിരുന്ന ആ ഹറാം മേഖലയിലുള്ളവർ ഇന്ന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജിഹാദികളാണ്, തീവ്ര ഈ പറയുന്ന സുഡാപ്പികളാണ്. ഈ സുഡാപ്പി വർഗം അത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുമ്പോൾ സിനിമാ മേഖലയിൽ ഈ നടക്കുന്ന കാര്യങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം പല സുഹൃത്തുക്കളും ചോദിക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണ് ഈ സിനിമാ വിഷയം തന്നെ തുടർച്ചയായിട്ട് എടുക്കുന്നത് എന്നുള്ളത്. തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികളുടെ ആസൂത്രിതം അതല്ലെങ്കിൽ അജണ്ട പുറത്തു വരുമ്പോൾ അത് പച്ചയ്ക്ക് തുടർച്ചയായിട്ട് ഏറ്റെടുത്ത് പറയുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലെ ഷൈൻ നിഗമായാലും മമ്മൂട്ടിയായാലും അത് വലിച്ചു കീറപ്പെടുക തന്നെ വേണം, ചൊറിയുക തന്നെ ചെയ്യുമെന്നത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ കേരളത്തില് ഒരു മുസ്ലിമിന് ഹൈന്ദവ ഭൂരിപക്ഷ സ്ഥലത്ത് സന്തുഷ്ടനായി ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു മുസ്ലിമിന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലും സ്വസ്ഥമായി താമസിക്കാം. ഒരു ക്രിസ്ത്യാനിക്ക് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കാം, ഒരു കുഴപ്പവുമില്ല. ഒരു ഹിന്ദുവിന് അതുപോലെ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശത്തും താമസിക്കാം. പക്ഷേ യാതൊരു വേർതിരിവും അവരവിടെ അനുഭവിക്കത്തില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കാനോ അവിടെ കച്ചവടം നടത്താനോ വലിയ കടമ്പ തന്നെയായിരിക്കും. എനിക്കൊരു സുഹൃത്തുണ്ട്, അവര് പറയാറുണ്ട്, ഞാൻ അതുവഴി നടക്കുകയോ പോവുകയോ ചെയ്യുമ്പോഴേക്ക് അടുത്ത വീട്ടിലെ മുസ്ലിം വലിച്ച ശബ്ദത്തില് വാതില് വലിച്ചടയ്ക്കാറുണ്ട് അത്രേ. കാരണം കാണുന്നത് പോലും ദേഷ്യമാണ്. എനിക്കൊരു സുഹൃത്തുണ്ട് നാദൃശ, അവന് ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ആലുവയാണ് ഫ്ലഡിങ് വന്നു, കൊറോണയല്ല ഫ്ലഡിങ്, പിന്നെ ഈ പ്രളയം വന്ന സമയത്ത് അവിടെ ഒക്കെ വെള്ളം കയറി. ആ സമയത്ത് എല്ലാവർക്കും കിറ്റ് കൊണ്ടു കൊടുത്തു ഇവരെ. അപ്പോ ഇവൻ യുക്തിവാദിയാണ്, അവന് കൊടുക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും ഇവർക്ക് മതം വലിച്ചിഴയ്ക്കുക തന്നെ വേണം. പലവിധ കോംപ്രമൈസും ചെയ്തു മാത്രമേ നമുക്ക് ഇവരെ ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് ന്യായീകരിക്കാന് ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളെ തന്നെ ഇവർ രംഗത്ത് കൊണ്ടുവരും. ഇപ്പൊ ഒരാള് ഇസ്ലാം മതം സ്വീകരിക്കുന്നു, എന്നിട്ട് പിന്നീട് സംസാരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദു ആയിരിക്കും, അയാളുടെ അമ്മയാണ്. ഇന്നാണ് എനിക്ക് എന്റെ മകനെ നല്ല രൂപത്തിൽ തിരിച്ചു കിട്ടിയത് വിശ്വാസിയായി കഴിഞ്ഞപ്പോ. എന്റെ മകൻ മുസ്ലിമായി, അപ്പോഴാണ് എനിക്ക്, അവൻ അബ്ദുറഹ്മാനായി, ഉണ്ണികൃഷ്ണനായിരുന്നു, അവൻ അബ്ദുറഹ്മാനായി, അപ്പോഴാണ് എനിക്ക് എന്റെ ശരിയായ മകനെ തിരിച്ചു കിട്ടിയത്. അപ്പൊ മോൻ പറയാണ്, ഇസ്ലാം പഠിപ്പിക്കുന്നു അമ്മയെ സ്നേഹിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത്. അപ്പൊ ഇവന്റെ മതത്തിൽ അമ്മയുടെ കഴുത്തിൽ കത്തിവെക്കണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? സ്വന്തം മതധർമ്മത്തെ കുറിച്ച് അറിയാതെ മറ്റൊരു മതധർമ്മം ശരിയാണ് എന്ന് വിശ്വസിച്ച് നമുക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പറയുമ്പോൾ അർത്ഥവത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം നമ്മളൊരു വിഷയത്തെ വാദിക്കാൻ. ഇതിപ്പോ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, ലോകം മുഴുവനും ഇതുപോലെ തന്നെയാണ്. ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. ലെബനൻ എടുക്ക്, സിറിയ എടുക്ക്, പാകിസ്ഥാൻ എടുക്ക്, ബംഗ്ലാദേശ് എടുക്ക്, ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളിലും നമ്മളുടെ മതവും നമ്മളുടെ ആളുകളും ഭൂരിപക്ഷമായാൽ പിന്നെ അവിടെ നടക്കുന്നത് അൽ മതേതരത്വം തന്നെയാണ്. ബൈജു ആദ്യം പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന പേര്. ഇന്ന് ആരിഫ് ഹുസൈൻ ഒരു ചെറിയൊരു കട്ടിങ് പുറത്തുവിട്ടിട്ടുണ്ട്. പീഡനമേറ്റ അനാഥ യുവതി 1.5 വർഷം അബോധാവസ്ഥയിൽ, 3 പേർ അറസ്റ്റിൽ. ആ 3 പേരുടെ പേരിലും ഒരു ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. 3 പേരുടെ പേരിലും മുഹമ്മദ് ഉണ്ട്. ബൈജോത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റിലായ മുഹമ്മദ് ഷബീൽ, മുഹമ്മദ് ഫൈസൽ, മുഹമ്മദ് ഷാഫി. ആ വാർത്ത നമ്മൾ വിചാരിക്കും UP എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനെ സംഭവം നടക്കുന്നത്. അല്ല, കുന്നമംഗലത്താണ്. അനാഥയായ യുവതിയെ സൗഹൃദം നടിച്ച്
ഫ്ളാറ്റിൽ എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തി. എന്നിട്ട് ലൈംഗിക അതിക്രമം നടത്തിയത് മാത്രമല്ല, സ്ത്രീയല്ലേ, തിരിച്ച് പ്രതികരിക്കുന്നില്ലല്ലോ, അടിച്ച് മർദ്ദിച്ച അവശ നിലയിലാക്കി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ 3 മുറിയന്മാരെ കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൊണ്ടോട്ടി മേലങ്ങാടി എന്തുകൊണ്ടാ പറയുന്നറിയാമോ? മിക്ക മാധ്യമങ്ങളും ഈ വാർത്ത മുക്കി. കാരണം നമ്മുടെ ആളുകളാണ്, നമ്മൾ എന്തിനാണ് മലർന്നു കിടന്ന് തുപ്പുന്നത്? അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഇവരാരും പ്രസിദ്ധീകരിക്കാറില്ല. അതുകൊണ്ട് നമ്മൾക്ക് ചൊറിയലാണല്ലോ ജോലി, കൊണ്ട് ചൊറിഞ്ഞിട്ട് തന്നെയായിരിക്കുന്നത്. കൊണ്ടോട്ടി മേലങ്ങാടി പാറയിൽ മുഹമ്മദ് ഷാഫി എന്ന 30 വയസ്സുകാരൻ, പട്ടാമ്പി പരദൂർ മാർക്കശ്ശേരി മുഹമ്മദ് ഷബീൽ എന്ന 28കാരൻ, പുളിക്കൽ വല്ലിയിൽ മുഹമ്മദ് ഫൈസൽ എന്ന 28കാരൻ. ഇവര് കോഴിക്കോട്, മലപ്പുറം, കൊണ്ടോട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് പിടിയിലായത്. 2022 ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത്. ഫോൺ വഴിയുള്ള പരിചയം സ്ഥാപിച്ച ഈ പ്രതികൾ, നമുക്കറിയാം ഇതൊന്നും വലിയ കുത്തരിയല്ല. 2022 നടന്നത് ഒന്നുമല്ലെങ്കിൽ 2024 പിടിച്ചില്ലേ? അതേപോലെ ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവരെ എത്ര വർഷമാ സുഖസുന്ദരമായിട്ട് ഈ കണ്ണൂര് ജീവിച്ചത് സവാദ്. പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റം പോലും വരുത്താതെ, രൂപമാറ്റം പോലും വരുത്താതെ, ഹെയർ സ്റ്റൈൽ മാത്രം മാറ്റി. അപ്പൊ നമ്മുടെ നാട്ടിൽ അതൊക്കെ പറ്റൂന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഇവര് ഫോൺ വഴി പരിചയം സ്ഥാപിച്ചു. എന്നിട്ട് ഇവര് കുന്നമംഗലം ഒഴയാടിയിലെ ഒരു ഫ്ളാറ്റിൽ എത്തിക്കുകയായിരുന്നു. എന്നിട്ടാണ് പീഡിപ്പിച്ച് ക്രൂരമായി മർദ്ദിച്ച് മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചു. പീഡനത്തെ തുടർന്ന് യുവതി 1.5 വർഷത്തോളം അബോധാവസ്ഥയിൽ ആയിരുന്നു. അങ്ങനെയാണ് ചികിത്സയിലായിരുന്ന സമയത്താണ് ഈ അതിജീവിത ബോധം വീണ്ടെടുത്ത് അതിനുശേഷമാണ് പോലീസ് വിശദമായി മൊഴിയെടുത്ത് പ്രതികളെ തിരിച്ചറിയുന്നത്. അതായത് ഇവര് വിചാരിച്ചത് ഇനി ഒരിക്കലും ഈ പെണ്ണ് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരെ. എത്ര ക്രൂരതയാണ് ചെയ്യുന്നത് നോക്കിയ, 28 വയസ്സ്. അപ്പോ എത്ര ചെറിയ പ്രായമൊന്നും നമ്മൾ നോക്കണ്ട, ഇവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ചോദനയാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭോഗവസ്തു മാത്രമാണ് എന്ന്. ഒരു ചേച്ചി പറയുന്ന ചെറിയ ഒരു വീഡിയോ കട്ടിങ് ഉണ്ട്. അതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഈ പോസ്റ്റ് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണേന്ന്. പക്ഷേ അതിന്റെ നോക്കിയപ്പോ ഒറ്റ ലൈക്ക് ഇല്ല, ഒറ്റ ഷെയർ ഇല്ല. 2 ലക്ഷമൊക്കെ ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് ലൈക്ക് അടിക്കാൻ ആളുകൾക്ക് ഭയമാണ്, ഷെയർ ചെയ്യാനും ഭയമാണ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, കേരളത്തെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് ഹിന്ദുക്കള് ഈ വീഡിയോ മുഴുവനും കാണണേ. കോഴിക്കോടിന്റെ പേര് ഇസ്ലാമാബാദ് എന്നാണെന്ന് പറഞ്ഞു. ഫറൂഖിന്റെ പേര് ഫറൂഖാബാദ്. ബീച്ച് റോഡിന്റെ പേര് മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ റോഡ് എന്നാക്കി. കോർപ്പറേഷനിൽ ഇത് ചർച്ചയ്ക്ക് വരുന്നില്ല എന്നവര് വേവലാതിപ്പെടുന്നു. മറ്റൊരു സ്ഥലത്തിന്റെ പേര് മർക്കസ് ദുആ എന്നാക്കി. ഈ ജിഹാദ് വൽക്കരണത്തിനെതിരെ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവനും ഒന്നിക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്നവർ ഓർമ്മിപ്പിക്കുവോ നമ്മളെ? അല്ലെങ്കിൽ കാശ്മീർ ഇവിടെ പുനർനിർമ്മിക്കപ്പെടും. കാശ്മീരിലെ പണ്ഡിറ്റുകൾ ആവിയായി പോയതുപോലെ കേരളത്തിലെ ഹിന്ദുക്കളും ഭാവിയിൽ ആവിയായി പോകുമെന്ന് അവര് വേദനയോടെ പറയാം. മാറി മാറി വരുന്ന മുന്നണികൾക്ക് ഭരിക്കണം. അതിന് അവരേത് അണ്ടനെയും അടകോടനെയും കൂട്ടുപിടിക്കും. ഇനി പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നാലും SDPIക്കാരാണെങ്കിലും ലീഗ് ആണെങ്കിലും അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അങ്ങനെ അവരെയൊക്കെ കൂട്ടുപിടിച്ച് തന്നെയാണല്ലോ നമ്മുടെ LDFും UDFും ഒക്കെ ഇത്രയും കാലവും അധികാരം പിടിച്ചു നിന്നത്. ഈ ഇടതനും വലതനും ഏതൊക്കെ കാലത്താണോ ജിഹാദികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്, അതോടെ മനസ്സിലായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിക്കാതെ പോയതാണ് ഇവിടുത്തെ വിഷയം. 1921 ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, മാറാട് ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി പോകും. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ മതേതര മലയാളി സമൂഹവും ഇനി വരുന്ന ഒരു തലമുറയ്ക്കു വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അവരെ കൃത്യമായി കാര്യങ്ങൾ എത്തിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുക തന്നെ വേണം. ഞാൻ അത് കേൾപ്പിച്ചു തരാം. ചേച്ചി പറഞ്ഞതാണ്, സൗണ്ട് കുറവാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും എല്ലാവരും അവഗണിച്ചു. പക്ഷേ നമ്മളത് കേട്ടേ മതിയാവും. എന്താണെന്നറിയോ, ഇത് ഇനിയെങ്കിലും ഉണരണം. നമ്മൾ പറയുമ്പോൾ നമ്മൾ വർഗീയവാദികളാണ്, സംഘികളാണ് എന്നാണല്ലോ ഇവര് പറയാറുള്ളത്. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ജൂബിലി ഹാളിന്റെ പേര് മാറ്റുന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ പഴയ പേര് തന്നെയല്ലേ ഇടേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അബ്ദുറഹ്മാനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് SK അബൂബക്കർ എന്നോട് പറഞ്ഞു. നിങ്ങൾക്ക് സാമൂതിരിനെ നിങ്ങൾക്ക് അറിയില്ല. സാമൂതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലം തന്നിട്ട് ആ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുകൾ ഇല്ലാണ്ട് ഹിന്ദുക്കൾ നിങ്ങൾ മതമായി മാറിപ്പോയിട്ട് നിങ്ങൾക്ക് അവർക്ക് നിസ്കരിക്കാൻ ആളുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ആ മനുഷ്യനെക്കാട്ടിലും വലിയതാണോ ഈ അബ്ദുള്ള എന്ന് പറയുന്ന ആളെന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ കോർട്ട് റോഡ് എന്നുള്ളത്
മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ റോഡാക്കി. അപ്പൊ അതെന്ന് പറയുന്നത് അവിടെ ഒരു അഗ്രശാല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. അപ്പൊ അത് കുറെ വളരെ പഴക്കമുള്ള, അതിന്റെ മുകളിൽ പണി വന്നപ്പോഴാണ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോ ഇവരവിടെ മുല്ല വീട്ടിൽ അബ്ദുറഹ്മാൻ റോഡ് ഉണ്ട്. പക്ഷെ അത് കൗൺസിലിൽ വന്നിട്ടില്ല. അതിനുശേഷം കൗൺസിലിലെ പിന്നെ പുതിയറ ഭാഗത്തിന്റെ റോഡിന്റെ പേര് കൗൺസിലിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഈ കൗൺസിലിൽ ഇത് വന്നു, പക്ഷെ കൗൺസിലിൽ ഇത് വന്നു, പക്ഷെ എന്തുകൊണ്ട് മുല്ലവീട്ടിൽ അബ്ദുറഹ്മാൻ റോഡിന്റെ കാര്യം കൗൺസിലിൽ വന്നില്ല? അതെന്തായിരുന്നു അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ. അപ്പൊ അതിന് അവരൊന്നും മിണ്ടിയില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വളരെ ഹിന്ദുക്കളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി വരുന്നത്, അത് വരിക എന്ന് പറഞ്ഞാൽ ഹിന്ദു ചേരയാണെങ്കിലും ചവിട്ടിയെ കടിക്കുക. അത് ആലോചിക്കും. നമ്മുടെ ക്ഷമയിൽ നെല്ലിപ്പണി നിങ്ങൾ കാണിക്കരുത്. നമ്മൾ ഒന്നിനെതിരല്ല. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ഇതിലേക്ക് ഇവിടെ ഈ സംഗതി തന്നെ ഇവിടെ ഈ പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് പറഞ്ഞത് ഇതിന്റെ പേര് മർക്കസ് ദുആ എന്നുള്ള പേര് വന്നു. പിന്നെ അപ്പൊ ഈ സംഗതികളൊക്കെ ഒരു കാര്യം. പിന്നെ വേറെ ഒന്ന് വരുന്നത് എന്താ വെച്ചാല് പിന്നെ ഇതിന്റെ മുന്നേ ഒരു 5 വർഷം മുന്നേ ആണ് തോന്നുന്നുണ്ട് ഗൂഗിളിൽ നമ്മളുടെ ഈ കോഴിക്കോടിനെ പേറ്റ് വന്നു വെച്ചാല് ഇസ്ലാമാബാദ് എന്നായിരുന്നു പറയും. പിന്നെ ഒരു 6 മാസം മുന്നേ ഫറൂഖില് ഫംഗ്ഷൻ നടന്നപ്പോ ഫറൂഖാബാദ്. അപ്പൊ ഇങ്ങനെ ഓരോ സംഗതികൾ ഇവിടെ നമ്മൾ. പക്ഷെ നമ്മളുടെ ഈ ഹിന്ദുവിനെ ഇവിടെ ഈ ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സ്ഥലങ്ങൾ മുഴുവൻ പിന്നെ സാമൂതിരി രാജാവ്. പിന്നെ ഇവിടെ ഒരാള് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ സ്വയം ആത്മാഹുതി ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്, അല്ലെ? അപ്പൊ ആ വ്യക്തികളെയൊക്കെ മറന്നുകൊണ്ട് ഇവിടുന്ന് എവിടുന്നെങ്കിലും വരുന്ന ഒരാളെ വെച്ചിട്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താലിബാനിസം കൊണ്ടുവരികയാണ്. അതിന്റെ ഏറ്റവും അവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല, ഇടതും വലതും കാര്യം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. നമ്മൾ അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹിന്ദുവിന്റെ മഹാമനസ്കതയെ ഇവര് മുതലെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു അത് മുതലെടുക്കരുത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് മതേതരത്വം പ്രസംഗിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തതാണ്. എന്റെ വീട്ടിൽ ഞാൻ മുസ്ലിമിനെ കൊണ്ട് താമസിപ്പിച്ചിട്ട് നിസ്കരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്. പാലക്കാടിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയാം. അതുകൊണ്ട് നിങ്ങൾ പിന്നെ അതുപോലെ ഇവര് പിന്നെ ഇതിന്റെ മുന്നേ ഈ നമ്മൾ ആദ്യത്തെ കൗൺസിൽ സമയത്ത് ഇവിടെ എങ്ങനെ നോക്കിയാലും ഇവര് വർഗീയതയിലേക്ക് കളിക്കുന്നത്. ഒരു മുസ്ലിമിന്റെ കാര്യം എന്ത് വന്നാലും ഇവര് ഇവിടെ എന്ത് ചെയ്യും? അതിനെല്ലാവരും കൂടി ഒറ്റക്കെട്ടാവും. ഒരു ഹിന്ദുവിന്റെ പേര് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാരും കൂടി അതിനെ എതിർത്തിട്ട് എങ്ങനെയും അതിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഹിന്ദുക്കൾ വരെ ഇതിന് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവര് മറന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. ഞാനത് പറഞ്ഞത് നമ്മൾ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് പോവാൻ സ്ഥലം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യേണ്ട ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ഈ വോട്ട് ബാങ്കിന്റെ ഇത് നോക്കിയിട്ട് ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിൽ അടുപ്പിക്കാൻ നോക്കുമ്പോൾ ഹിന്ദു മുസ്ലിമും അതിലെ മുസ്ലിംസ് സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ വീണു പോകരുത്. ഇവിടെ ഇന്ന് ഭാരതത്തിൽ ജീവിക്കുമ്പോൾ സുഖമായിട്ട് വേറെ എവിടെയും ജീവിക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. രാഷ്ട്രീയക്കാരെ മുതലെടുത്തു കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോകും. അപ്പൊ നമ്മളെ തമ്മിലടിപ്പിക്കാനുള്ള ഈ ഒരു അവസ്ഥ കണ്ട് മനസ്സിലായിട്ട് മുസ്ലിം സഹോദരന്മാർ വരെ ഇതിനെതിരായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ കൃത്യമായിട്ട് അവര് പറഞ്ഞു. ഇതുപോലെ എത്ര പേര് വരും എന്നതാണ് നമ്മുടെ വിഷയം. അതായത് ഭയമാണ് അവർക്ക്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എതിർക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെയാണ്. ഈ മതവിഭാഗത്തിന്റെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടും. അതുകൊണ്ട് അവരെ എതിർത്തിട്ട് നമുക്കിവിടെ വല്ലാണ്ട് പോകാൻ പറ്റില്ല, എന്നാൽ നമ്മൾ ഇല്ലാണ്ടായി പോകും എന്ന ഒരു ബോധം ഇവരിൽ അന്തർലീനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. BJP-യുടെ ഹർത്താൽ എങ്ങനെ പോകുന്നു? SDPI-യുടെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഭീതിയോടുകൂടി അതിനെ നോക്കുന്നത്? ആ രൂപത്തിലാണ് ഇവർ ഫോം ചെയ്തു വെച്ചിരിക്കുന്നത്. കേരളത്തില് കോഴിക്കോടിന്റെ പേര് വരെ മാറ്റുന്നു. ഇസ്ലാമാബാദ്, ഫറൂഖാബാദ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാൻ ഉതകുന്ന ചില വസ്തുതകളാണ്. ഇത്രയധികം സൂചനകൾ ലഭിച്ചിട്ടും ഇത്രയും തെളിവുകൾ ലഭിച്ചിട്ടും ഇനിയും മൗനികളായി തുടരാനാണ് ഭാവമെങ്കിൽ ആ ചേച്ചി പറഞ്ഞതുപോലെ അറബിക്കടലിലേക്ക് എടുത്തു ചാടുകയല്ലാതെ മാർഗമില്ല. ഇവിടെ മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഇവിടെ പലരും തന്നെ ഹിന്ദു നാമത്തിലും ക്രൈസ്തവ നാമത്തിലും അതിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഫേക്ക് ഐഡികൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാരണം ഇവന്മാർക്ക് മലയാളം അറിയാത്തത് കൊണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ സുഡാപ്പികൾക്ക് ആകെ മാതൃഭാഷ അറബി മാത്രം അറിയുന്നത് കൊണ്ട് വലിയ അനുഗ്രഹം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഹിന്ദു നാമധാരികളും ക്രൈസ്തവ നാമധാരികളും ഒക്കെ എത്രത്തോളമാണ് ഇവരുടെ വലയിൽ കുരുങ്ങി കിടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവരുടെ തലയിലേക്ക് കൃത്യമായിട്ട് വല്ലതും കയറുകയാണെങ്കിൽ കയറട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടും ജീവൻ പണയം വെച്ചിട്ട് പോലും ഞങ്ങളൊക്കെ കൃത്യമായിട്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. ഞങ്ങൾക്ക് റോട്ടിലേക്ക് ഇറങ്ങി നടന്നാൽ ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ ഞങ്ങളെ ഏത് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ
ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരണമുണ്ട് എന്നുള്ളത് തന്നെ. മാത്രമല്ല ധീരന് മരണം ഒന്നേയുള്ളൂ, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചത്തു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരേ ഒരു സമയത്ത് മാത്രം ധീരൻ ചത്തൊടുങ്ങുക. ആ ചാവുന്ന സമയത്ത് ധീരനായി ചാവുമ്പോൾ നാലാളെങ്കിൽ നാലാൾ പാവം ആ ചങ്ങാതി ഒരു സമുദായത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഈ നാടിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഇതെങ്കിലും സംസാരിച്ചിരുന്നു എന്നൊക്കെ നാലാളെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് തന്നെയാണ് നമ്മൾക്ക് ഒരു അഭിമാനം. കാരണം ഒരാൾക്കെങ്കിലും നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ചാനലുകളിൽ വരുന്ന പ്രോഗ്രാമുകൾ കേട്ടുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു മാറ്റമെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ വലിയ വിജയം എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഇന്ന് കൃത്യമായിട്ട് ഞാൻ എന്റെ ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്നെ ഇവിടെ അടുത്തുള്ളൊരു സ്റ്റേഷന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ സ്റ്റേഷനിലെ ക്രൈംബ്രാഞ്ച് SI എന്നെ വിളിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് SI എന്നെ വിളിച്ചതിന് ശേഷം എന്നോട് ചോദിക്കുന്നത്, രണ്ട് രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബൈജു, നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു. ഓക്കെ, എന്താണ് സർ വീഡിയോ? ഏത് വീഡിയോ ആണ്? അപ്പോൾ അയാൾ പറയുന്നു, നിങ്ങളുടെ പരിസരത്ത് ഒരു ക്ഷേത്രം തകർത്തുകൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായുള്ള ആ നാമം നിങ്ങൾ പറയുന്നില്ല, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ശരി, താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, അത് ഏതാണ് വ്യക്തി എന്ന് ചോദിക്കുന്നു. നോക്കൂ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ നീറി നിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ചാനലിലൂടെ അറിയിച്ചത്. അപ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് പോലും ഈ ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും അവസാനത്തെ, ഇത് അധികം വർഷങ്ങളൊന്നുമില്ല, ഏകദേശം ഒരു 15-20 വർഷം മുൻപ് വരെ ഒരു ക്ഷേത്രമായിട്ടുണ്ടായിരുന്ന ഒരു ക്ഷേത്രം തകർത്തുകൊണ്ട് അതിന്റെ കിണറിലിട്ട് സകലതും മൂടിക്കളയുന്നു. മൂടിയതിനു ശേഷവും അവിടെ ബാക്കി എങ്ങനെയൊക്കെ കുറെ അവശിഷ്ടങ്ങൾ പൊങ്ങി വരുന്നു. അതെന്റെ സുഹൃത്തുക്കളും അവിടുത്തെ അയൽപ്പക്കക്കാരും പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ അത് വീഡിയോ എടുത്തുകൊണ്ട് ചിത്രീകരിച്ച് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഇസ്ലാമിക ഭീകരർ കാണിക്കുന്ന അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചു കൂട്ടുന്ന മതവർഗീയതയും കലാപവും പൊട്ടിപ്പുറപ്പെടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് പോലും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാതെ അതിന് അനുവാദം കൊടുക്കുക അതല്ലെങ്കിൽ മൗനാനുവാദം നൽകിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്ന ഇടതും വലതും അവസാനം ഭാരതത്തിന്റെ പേര് മാറ്റാൻ വരെ മുതിർന്നാലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇന്നിവർക്ക് കേരളത്തിൽ അൽ കേരളം എന്ന് നമ്മൾ കളിയാക്കി പറയാറാണെങ്കിലും അതിൽ ഒരുപാട് വേദനയുണ്ട്. കാരണം എന്തെന്നറിയാമോ, നമ്മളെല്ലാവരും കുഞ്ഞുനാളിൽ പഠിച്ചത് എന്താണ്? ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളത്തെ, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. ഇന്നും നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഇതിലൊക്കെ ഉണ്ടായിരിക്കും ഗോഡ്സ് ഓൺ കൺട്രി കേരള എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ആ ഗോഡ്സ് ഓൺ കൺട്രി ചെകുത്താന്റെ നാടാക്കി മാറ്റിയില്ലേ? ദൈവത്തിന്റെ നാടിനെ ചെകുത്താന്റെ നാടാക്കി മാറ്റിയത് ആരാണ്? ഇവിടെ ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇന്നിപ്പോൾ മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായിക്കൊണ്ട് സാമൂഹ്യ സാംസ്കാരികപരമായിട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള പ്രചോദനം നൽകിയതാരാണ്? അവർക്ക് സംസാരിക്കാനുള്ള ധൈര്യം നൽകിയതാരാണ്? ഇവിടെ അതിക്രമിച്ചു വരുന്ന അതല്ലെങ്കിൽ അധികരിച്ചു വരുന്ന ഈ ഇടതന്റെയും വലതന്റെയും പിന്തുണയോടുകൂടി ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവർഗം കാട്ടിക്കൂട്ടുന്ന ഇസ്ലാമിക ജിഹാദികൾ കാട്ടിക്കൂട്ടുന്ന അതിൽ മനം നൊന്തുകൊണ്ട് തന്നെയാണ് അവസാനത്തെ അത്താണി എന്നുള്ള രീതിയിൽ തന്നെ വരാനിരിക്കുന്നത്. എന്റെ തലമുറയ്ക്ക് ശേഷം എന്റെ മക്കൾ വരാനിരിക്കുന്നു, മക്കളുടെ മക്കൾ വരാനിരിക്കുന്നു, ആ കുട്ടികൾക്കൊക്കെ വരാനിരിക്കുന്ന കാലം എന്തായിരിക്കും ഈ നാട്ടിലേത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം കാശ്മീർ പണ്ഡിറ്റുകൾക്ക് നേരെ നിങ്ങൾ ഈ കുറെ നാളുകളൊന്നും ആയിട്ടില്ല നമ്മൾ കാശ്മീർ പണ്ഡിറ്റുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. എത്ര നാളായി? 1994 ശേഷമാണ് ഇത് ശക്തമായി കേൾക്കൽ തുടങ്ങിയത്. കാരണം വല്ലാതെ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല കാശ്മീർ പണ്ഡിറ്റുകൾക്ക് ഉടുതുണിക്കും മറുതുണിയില്ലാതെ അവിടുത്തെ തന്റെ സ്ത്രീജനങ്ങളെയും തന്റെ പെൺമക്കളെയും തന്റെ സഹോദരിമാരെയും അമ്മമാരെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് നാട് വിടേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചത്? ഇസ്ലാമിക ജിഹാദികൾ ഈ പണ്ഡിറ്റുകളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് ഭീകരവാദികൾ അഴിഞ്ഞാടിയത് നമ്മൾ കാശ്മീർ ഫയൽ എന്ന് പറയുന്ന വെറും 2-2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ? അവിടുത്തെ സ്ത്രീജനങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അവിടുത്തെ കുരുന്ന മക്കളെ അച്ഛന്റെ മുൻപിലിട്ടായാലും അതല്ലെങ്കിൽ അമ്മയുടെ മുൻപിലിട്ടായാലും അതല്ലെങ്കിൽ മുത്തച്ഛന്റെ മുൻപിലിട്ടായാലും പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക, അതല്ലെങ്കിൽ ആൺകുട്ടികളെ വധിക്കുക, കൂട്ടത്തോടെ മതം മാറ്റുക, ഇതിന് വിമുഖതരാവുന്ന ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുക, അതല്ലെങ്കിൽ ഈർച്ചവാൾ നീർന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ ഈ കാലിനിടയിലൂടെ ഈർച്ചവാൾ വന്നുകൊണ്ട് ശരീരം 2ആയി പിളർക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? അത് കാണിച്ചിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല, മിനിമം 10-40 വർഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാശ്മീരിൽ നടന്ന ആ കാശ്മീർ പണ്ഡിറ്റുകളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരുപാട് 1921 കഴിഞ്ഞ പോലെ 100 വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ല, ഏറ്റവും അടുത്ത, നിങ്ങൾക്ക് എവിടെയും പരിശോധിച്ചാൽ മനസ്സിലാക്കാനോ പൂർണ്ണമായിട്ടും ഗൂഗിളിൽ ഇന്ന് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണ്. പരിശോധിക്കുക, എന്താണ് അവിടെ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായത്, എങ്ങനെയാണ് ഇസ്ലാമിക ജിഹാദികൾ ഇത്ര കണ്ട് അവിടെ അഴിഞ്ഞാടിയത് എന്ന് ചിന്തിക്കുക. അവിടെയാണ് 6.5 പതിറ്റാണ്ട് ഭരിച്ച ഗണ്ഡി അടിമ കോൺഗ്രസ്സുകാരെ നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇന്നും പറയുന്നുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ മുന്നണി, INDIA എന്ന് പറയുന്ന മുന്നണി ഇവിടെ വീണ്ടും ഭരണത്തിൽ വരണം, ഇവിടെ മോദിജിയെ താഴെ ഇറക്കിക്കൊണ്ട് മോദി എന്ന് പറയുന്ന ആളെ ഇവിടെ നിന്ന് നാട് കടത്തണമെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാ?
നിങ്ങൾ 6.5 പതിറ്റാണ്ട് എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ കണ്ടു രാഹുൽ ഗണ്ഡിയും അയാളുടെ സഹോദരിയായിട്ടുള്ള ഈ പറയുന്ന പ്രിയങ്ക ഗണ്ഡിയും ഈ കാശ്മീരിൽ പോയിട്ട് മഞ്ഞുകട്ടം കൊണ്ട് എറിഞ്ഞു കളിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ നിന്ന് കാസർഗോഡ് മുതൽ അങ്ങേ തലവരെ നടക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെ പല യാത്രകളും നടത്തിയ ഈ രാഹുൽ ഗണ്ഡി കാശ്മീരിൽ വളരെ സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി അതിലൂടെ നടക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ന് ലോകത്തിന്റെ നേതാവായിരിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഓരോ നടപടികളും കൊണ്ട് തന്നെയാണ്. എന്താണ് ആർട്ടിക്കിൾ 370 എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് ഇത്ര സൂക്കേട്? ഇവിടെ ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്നാ പറഞ്ഞ. എന്താ ആർട്ടിക്കിൾ 370? ഒരു രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിന്റെ സ്വർഗമായിട്ടുള്ള ഭൂമിയുള്ള കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വർഗഭൂമിയും ആ സ്വർഗഭൂമിക്ക് ഒരു ഭരണ ഭാഷ, അതിൽ തീർന്നോ ഇല്ല, ഒരു കൊടി, അവർക്ക് മാത്രമായിട്ടൊരു പതാക, പിന്നെയും അത് ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേക രാജ്യമായി എഴുതി കൊടുത്തിരിക്കുന്നു. അവിടെ നീതിന്യായ വ്യവസ്ഥകൾ ആരാ? അവിടെ നീതിന്യായ വ്യവസ്ഥകൾ ഈ മുസ്ലിം ഭീകരന്മാരാ നിർവഹിക്കുന്നത്. അവിടെ കോടതികളുണ്ടോ? ഇല്ലെന്ന്. അവിടെ ഈ പറയുന്ന ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതി എന്ന് വേണ്ട ഏതെങ്കിലും ഒരു കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? ഭാരതത്തിന്റെ ഭരണകർത്താക്കൾക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ പതിച്ചു നൽകിയ അധികാര പത്രത്തിന്റെ പേരായിരുന്നു ആർട്ടിക്കിൾ 370 എന്നുള്ളത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് ഇന്നിപ്പോൾ കാശ്മീർ ഭാരതത്തിന്റെ സ്വർഗഭൂമിയാക്കി മാറ്റിയത് ആരാണ്? ഇന്ന് മലയാളികളായ ഒരുപാട് ആളുകൾ അവിടേക്ക് വിദേശ ടൂർ പോകുന്ന പോലെ തന്നെ ടൂർ പോകുന്നുണ്ടല്ലോ. ഇന്ന് അവർ വെളിപ്പെടുത്തിയിട്ടുള്ള, നമ്മൾക്കറിയാം, ഒരുപാട് വ്ളോഗർമാരൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇന്ന് ലഭ്യമായത്? അവിടെയാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ആ മൃഗീയമായിട്ടുള്ള വകുപ്പ് എടുത്തു കളഞ്ഞത്. അത് ആരാ കൊണ്ടുവന്നത്? ഈ പറയുന്ന നെഹ്റു എന്ന് പറയുന്ന 6.5 പതിറ്റാണ്ട് കോൺഗ്രസിന് ഭരിക്കാനുള്ള വെള്ളവും വളവും നൽകിയ അയാൾ തന്നെയാണ് ഇതെല്ലാം നൽകിയത്. എങ്ങനെയാണ് നമ്മുടെ ഭാരതം വെട്ടിമുറിക്കപ്പെട്ടത്? നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിലാണ് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, പാകിസ്ഥാന്റെ ഒരു ഭാഗം പോലും ഇന്ന് ഭാരതത്തിനോട് ചേരാൻ അവർ അത്ര കണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ എന്നാണ് കലാപം പൊട്ടിപ്പുറപ്പെടുക എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് നമ്മളെല്ലാവരും. കാരണം അഖണ്ഡ ഭാരതം എന്ന് നമ്മളിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഭാരതത്തിന്റെ വിസ്തീർണമായിട്ടുള്ള ഭൂപടമുണ്ടല്ലോ, അത് പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഭാരതത്തിന്റെ ഇന്നത്തെ ഭരണം കൈയാളുന്ന BJP അതല്ലെങ്കിൽ NDA എന്ന് പറയുന്ന നരേന്ദ്രമോദിജി അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ കടമ, ഉത്തരവാദിത്തം. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി ഇവിടെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, പൗരത്വ ഭേദഗതി നിയമം എടുത്തു കളയുക, അതല്ലെങ്കിൽ അതാക്കുക ഇതാക്കുക, എന്തൊക്കെയാണോ മോദി ലോകത്തിന് മുൻപിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതെല്ലാം ഘടകവിരുദ്ധമായി തീർക്കുക. പിന്നെയും വീണ്ടും പഴയ അമേഠി പോലെ, എങ്ങനെ അമേഠിയിൽ നിന്നും രാഹുൽ ഗണ്ഡി ഓടിയത്? അമേഠി ഇത്രയും അടക്കി ഭരിച്ച രാഹുൽ ഗണ്ഡിയെ അമേഠിക്കാർ കണ്ടം വഴി ഓടിച്ചത് എന്താണ്? അത് തന്നെയാണ് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും സംഭവിച്ചിട്ടുള്ളത്. ആ കോൺഗ്രസ് പാർട്ടിയെ നിങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഇന്നിരിക്കുന്ന ഈ കേരളത്തിലെ മാക്രികളെയും ഈ അടിമ ഗണ്ഡി കോൺഗ്രസുകാരെയും ഇവിടുത്തെ ജിഹാദി വർഗത്തിന്റെയും വാക്കുകൾ കേട്ടുകൊണ്ട് അവർക്ക് വോട്ട് കുത്തിയാൽ നീ ആയിരിക്കും അടുത്ത കാശ്മീർ പണ്ഡിറ്റിന്റെ അവസ്ഥയിലേക്ക് പോകുന്നത് എന്ന് ഓരോ മലയാളിയും മനസ്സിലാക്കിയിൽ നിന്ന് എന്തായാലും ഇതിന്റെ അവസാന മുഹൂർത്തത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ജാമിദ ടീച്ചർ എന്താണ് കൺക്ലൂഷൻ ആയിട്ട് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത്? രണ്ട് പ്രാവശ്യം നടന്ന യുദ്ധത്തിലും പാകിസ്ഥാനെ നിരുപാധികം പരാജയപ്പെടുത്തുകയാണ് ഇന്ത്യ ചെയ്തത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്ത് പട്ടാളത്തെ നിർത്തി ഇന്ത്യ ആ ഭാഗം കൈവശപ്പെടുത്തിയില്ല? അതിന് ഉത്തരം തിരയുമ്പോഴാണ് നമുക്ക് വ്യക്തമാകുന്നത് ഹിന്ദു രാജാവായിരുന്നു കാശ്മീർ ഭരിച്ചിരുന്നത്. കാശ്മീര് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിർത്താനായിരുന്നു കാശ്മീർ രാജാവിന്റെ ആഗ്രഹം. ഇന്ത്യ വിഭജിച്ച് കഴിഞ്ഞ സമയത്ത് പാകിസ്ഥാന്റെ കൈവശമുള്ള ആയുധം ഉപയോഗിച്ച് ആദ്യം ചെയ്തത് കാശ്മീരിനെ ആക്രമിക്കുകയായിരുന്നു. ഇതറിഞ്ഞ കാശ്മീർ രാജാവ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ സൈന്യം കാശ്മീരിന്റെ 3/4 ഭാഗത്തിലധികവും പാകിസ്ഥാൻ സൈന്യത്തെ തോൽപ്പിച്ചു മാറ്റി. ആ സമയത്ത് നെഹ്റുവിന്റെ ആജ്ഞ വരുന്നു പട്ടാളക്കാരോട്, യുദ്ധം നിർത്തിയേക്ക്. ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അങ്ങനെ നെഹ്റു തന്റെ ബന്ധുക്കൾക്ക് കാശ്മീർ 2ആയി വിഭജിച്ചു നൽകി. നെഹ്റു അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കാശ്മീർ പ്രശ്നം ഉണ്ടാകുമായിരുന്നേയില്ല. തരാതരം നിലപാടുകൾ മാറ്റി പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഈ വിഭാഗം, നമുക്കറിയാം ഇത് കേരളമാണ്, മതനിരപേക്ഷതയുടെ കോട്ടയാണ് എന്ന് പിണറായി വിജയൻ മൈക്ക് കെട്ടി പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല. അതാ ഞാൻ പറഞ്ഞത് തരാതരം നിലപാടുകൾ ഇവർ മാറ്റുമെന്ന്.
ഇതേ കോട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ പോയത്. ഇതേ മതേതര കോട്ടയിലാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് വർഷങ്ങളോളം സുഖസുന്ദരമായി ജീവിച്ചത്. എത്ര പിടികിട്ടാപ്പുള്ളികളായ തീവ്രവാദികൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. കാശ്മീരിലെ ഇന്ത്യൻ പട്ടാളത്തെ നേരിടാൻ വേണ്ടി പോയി പട്ടാളത്തോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടവരും ഈ മതേതര കോട്ടയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത വല്ലാത്ത ഒരു മതേതരത്വം നമ്മുടെ നാട്ടിലുണ്ട്. ഓർമ്മയുണ്ട്, നമ്മൾ ആരും മറന്നിട്ടില്ല. ഞാൻ പെറ്റ മകനെ, എൻ മകനെ, എൻ കിളിയെ എന്ന് വിളിച്ച് ഒരു പെറ്റമ്മയുടെ വിലാപം. ഇത് ഏതൊരു അമ്മയുടെയും ഹൃദയം പൊട്ടിയുള്ള നിലവിളി തന്നെയാണ്. ഇതിന്റെ ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയുള്ളത് ഈ മതേതര കോട്ടയിൽ നിന്ന് വിജയിച്ചു വന്ന ഈ കേരളത്തിന്റെ സ്ഥാനപതിക്കാണ്. കേരളത്തിന്റെ രാജാവാണല്ലോ. ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വന്തം സുരക്ഷിത താവളമാക്കി ഈ കേരളത്തെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇടതനും വലതനും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മുസ്ലിങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും സേഫായി സന്തോഷത്തോടെ ആർമാദിച്ച് ജീവിക്കുന്ന പാകിസ്ഥാനാണ് ഒരു പക്ഷേ കേരളം എന്ന് തന്നെ പറയാം. ഭക്ഷണത്തില് അവര് മതം കൊണ്ടുവന്നു, വസ്ത്രത്തിൽ അവര് മതം കൊണ്ടുവന്നു, തൊഴിലിടങ്ങളിൽ മതം കൊണ്ടുവന്നു, ഇന്നിപ്പോഴിതാ കലാലയത്തിൽ മതം കൊണ്ടുവന്നു, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവർ മതം കൊണ്ടുവന്നു, മതവൽക്കരിച്ചു. ഇപ്പോൾ കലയിലും സിനിമയിലും കായികത്തിൽ എല്ലാത്തിലും അവർ മതം കലർത്തി. എന്നിട്ടോ ഭരണത്തിൽ സജീവമായി പങ്കാളികളാകുകയും ചെയ്തു. സർക്കാർ ജോലിയില് ഈഴവ സമുദായം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംവരണം ആർക്കാണ് ലഭിക്കുന്നത്? പാണക്കാട് തങ്ങളെ പോലെയുള്ള സവർണ ജന്മിമാർക്ക് വരെ റിസർവേഷൻ ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട് ഈ കേരളക്കരയിൽ. പശുവെന്നും ചാണകമെന്നും ഹിന്ദുത്വ തീവ്രവാദമെന്നും സംഘർഷമെന്നും വർഗീയ കലാപമെന്നും ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമല്ല. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഇന്ത്യയുടെ പരിച്ഛേദമല്ല ഇന്ന് കേരളം. എന്നിട്ടും കാഫിറുകളുടെ കഴുത്ത് പച്ചയ്ക്ക് അറുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ പോയത് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ മലയാളി മണ്ണിൽ നിന്നായിരുന്നു. കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടി മരിക്കാൻ ഈ മലയാളി യുവാക്കൾക്ക് പ്രചോദനമായതാണ് ഈ ഖുർആൻ. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞ ആളുകൾ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച ഈ കേരളത്തിന് പറയാൻ മതേതരത്വത്തിന്റെ ഒരുപാട് ധീര സാഹസിക പോരാളികളുണ്ട്. നമുക്കറിയാം, അവരൊക്കെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുവാണ് ചിരിച്ചുകൊണ്ട്. കാരണം അവരെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊന്നും പ്രശ്നമില്ല. ഇനി നാളെ ഞാൻ കൊല്ലപ്പെട്ടെന്നിരിക്കട്ടെ, ഇനി ഏത് മുക്കാലണ്ടി കൊന്നാലും ശരി അത് ഏറ്റെടുക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറായി വരും. കാരണം അവർക്കറിയാം അതിന്റെ റിസൾട്ട് എന്താണ്, അതിന്റെ പ്രോഫിറ്റ് എന്താണെന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ ദൂതനെയോ ആരെങ്കിലും വിമർശിച്ചാൽ അതിനെയും സ്വന്തം പിതാവായിരുന്നാൽ പോലും, നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണം. അറിയണം നമ്മള്, മഹാത്മാ മദനി എന്നാണ് അദ്ദേഹത്തെ ഇന്ന് കേരളം വാഴ്ത്തപ്പെടുന്നത്. അപ്പോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വട്ടവടയിൽ നെഞ്ചത്തടിച്ച് കരയുന്ന ആ അമ്മയുടെ കണ്ണീരിന് കാരണക്കാരല്ലേ? നമ്മുടെ പാലക്കാട് പട്ടണത്തിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം അകലെയായി വാളയാർ ചുരത്തോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂരില് ഫാറൂഖ് എന്ന് പേരുള്ള ഒരു യുക്തിവാദി യുവാവിനെ ഇസ്ലാമിക മതമൗലികവാദികൾ ബസ് സ്റ്റോപ്പിലിട്ട് ഉക്കടയിലിട്ട് കഴുത്തറുത്ത് കൊന്നു. എന്തിന്? ഒരു ഇസ്ലാം വിരുദ്ധ പോസ്റ്റ് ഷെയർ ചെയ്തു പോയി. ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തു പോയി. തൊട്ടയൽക്കാരനായ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായ ഒരു ഉറ്റ സ്നേഹിതനാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ ഈ യുവാവിനെ രാത്രി വീട്ടിൽ നിന്ന് സ്നേഹപൂർവ്വം വിളിച്ചിറക്കി കൊണ്ടുപോയി അതിഭീകരമായി കൊലപ്പെടുത്തിയത്. അങ്ങ് വടക്ക് ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ട ജുനൂദിന്റെ വീട്ടിലേക്ക് സാന്ത്വന സഹായവുമായി ജാഥ തന്നെ നടത്തി. ഇവിടെ കേരളത്തിലുള്ള പുരോഗമനവാദികള് എന്തേ ഫറൂഖിന്റെ കൊലപാതക വാർത്ത ഇവര് കേട്ടില്ലേ? ഇവർ അറിഞ്ഞില്ലേ? ഐസിസിന് മുമ്പേ ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ നേതാവായ മൗദൂദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം വാരികയിലും പത്രത്തിലും ലേഖനം എഴുതാൻ നമ്മുടെ സെക്യുലർ ബുദ്ധിജീവികൾ ക്യൂ നിൽക്കുമ്പോൾ എന്തേ ഫറൂഖിനെ ഇവര് മറന്നുപോയോ? ആനന്ദ്, ഹമീദ് ചെന്നമംഗലൂർ, കാരശ്ശേരി മാഷ്, ഈ 3 ചിന്തകന്മാർ മാത്രമാണ് ഇന്നും ഇസ്ലാമിക മതമൗലികവാദത്തെ വെള്ളപൂശാൻ നടക്കാത്ത കറതീർന്ന മതേതര ചിന്തകർ. അവർ ഏത് സാഹചര്യങ്ങളിലും പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ചാനലുകളിൽ വന്നിരുന്ന് വ്യക്തമായി പറയാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ അബ്ദുൽ നാസർ മദനിയെ
ജയിലിൽ ചെന്ന് കണ്ട് പിന്തുണ തേടിയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ബോംബ് സ്ഫോടന കേസിലെ പ്രതി ജയിൽ മോചിതനായ സമയത്ത് മണ്ടേലയ്ക്ക് സമാനമായ സ്വീകരണം ഒരുക്കി കേരളക്കരെ അവിടെ ആദരിച്ചിട്ടുണ്ട്. പരോളിൽ ഇറങ്ങുന്ന മദനിയെ ഇന്റർവ്യൂ നടത്താൻ സ്വാതന്ത്ര്യ പോരാളികളാക്കി കൈരളി ചാനലൊക്കെ ആഘോഷിച്ച് നമ്മൾ കണ്ടതാണ്. അബ്ദുൽ നാസർ മദനിയോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച പിണറായിയെയും ടീമിനെയും അതുപോലെ വലതനെയും ടീമിനെയും നമ്മൾ കണ്ടതാണ്. ഉമിനീരിറക്കാതെ നോമ്പു നോൽക്കുന്ന മുസൽമാനെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു എന്ന് പ്രകോപനപരമായി പൊട്ടിത്തെറിക്കുന്ന ന്യൂസ് അവറിലെ വേണു മുതലാളിയൊക്കെ നമുക്കറിയില്ലേ? അവർക്കെല്ലാം അഭിമന്യുവിന്റെ രക്തത്തിൽ സമാധാനം പറഞ്ഞു മതിയാകൂ. RSS വരുന്നേ എന്ന് ഉമ്മാക്കി കാട്ടി പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് പുലികളായ യഥാർത്ഥ പുലികളായ ജിഹാദികൾ പുറത്തിറങ്ങിയപ്പോൾ ഒരാൾക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. കേരളം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാണ് എന്ന് വരുത്തി തീർത്ത് യുവാക്കളെ ആകർഷിക്കാനും അവർക്ക് ആയുധ പരിശീലനം നൽകാനും ഒക്കെയുള്ള സാഹചര്യം പോപ്പുലർ ഫ്രണ്ടിന് ഒരുക്കി കൊടുത്ത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളാണ്. എന്തിനേറെ നമ്മുടെ നികുതി പണവും കൊണ്ട് അഗ്നിശമന സേനക്കാർ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് പരിശീലനം നൽകുന്നു. എന്തിന്? പാകിസ്ഥാൻ തീ പിടിച്ചാൽ അവിടെ രക്ഷപ്പെടുത്താനോ? ഉത്തരേന്ത്യയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിൽ എപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലാണെങ്കിലും മലബാറിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് RSSഉം CPMഉം തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭീഷണിയാകുന്ന ഗുരുതരമായ നടപടികളൊന്നും ഈ കേരളക്കരയിൽ ഉണ്ടായിട്ടില്ല ഹിന്ദുത്വ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും. അതിനുള്ള ധൈര്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, മതേതരത്വം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ നിയമ വ്യവസ്ഥയെ അവർ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ ഈ നിലയിൽ മുന്നോട്ട് പോയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ചാവേറുകൾ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ കോയമ്പത്തൂര് നമ്മൾ കണ്ടില്ലേ, മംഗലാപുരത്ത് നമ്മൾ കണ്ടില്ലേ, ബാംഗ്ലൂര് നമ്മൾ കണ്ടില്ലേ. എല്ലാത്തിന്റെയും സ്രോതസ് എവിടെയായിരുന്നു? തലയിരുന്നത് കേരളത്തിലായിരുന്നു. ഒരു 20 വയസ്സുകാരനായ യുവാവ് കോയമ്പത്തൂര് സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം ദീപാവലി ദിനത്തില് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവന്റെ തല എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു. കേരളത്തിലെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വരെ കിടന്ന ഭീകരനെ കാണാൻ ആ വ്യക്തി വന്നിട്ടുണ്ട്. മുബീൻ ഷെഹിൻഷൻ, അങ്ങനെ കാണാൻ പേര്. അപ്പോ മനുഷ്യന്റെ കഴുത്തെറുക്കുന്ന വീഡിയോകള് കേരളത്തിൽ ഇരുന്നിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നു. കാശ്മീർ മോഡൽ ഫിദായിൻ ആക്രമണം നമ്മുടെ പോലീസിന് നേരെ ഉണ്ടാകുമെന്ന് അവർ തന്നെ വെല്ലുവിളികൾ ഉയർത്തുന്നു. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് അവര് തന്നെ നമ്മളോട് പറയാതെ പറയുന്നു. CPMഉം കോൺഗ്രസും ഇസ്ലാമിക മതമൗലികവാദത്തോടുള്ള ഇത്തരം ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ച് നോക്കണം നമ്മുടെ നാടിനെ ഏത് രൂപത്തിലാണ് ഇവർക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ളതെന്ന്. വട്ടവടയിലെ 1 സെന്റ് ഭൂമിയിലെ ലൈൻ വീട്ടിൽ നിന്ന് ആദിവാസികളായ മാതാപിതാക്കൾ അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിലേക്ക് അയച്ചത് അവനെ ചെഗുവേരയാക്കാനായിരുന്നില്ല, ചേതനയത്തെ ശരീരം ഏറ്റുവാങ്ങാനായിരുന്നില്ല. മോൻ പഠിച്ചു മിടുക്കനാകണം, വലിയ ജോലിക്കാരനായി കുടുംബത്തിന്റെ പട്ടിണി മാറുമെന്ന് ആ വീട്ടുകാർ ചിന്തിക്കുന്നു, അവർ പ്രതീക്ഷിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. കഷ്ടപ്പാടിനും ദുരിതത്തിനും ഒരു അറുതി ഉണ്ടാക്കുമെന്ന ഒരൊറ്റ പ്രതീക്ഷയിലാണ് ആദിവാസി മാതാപിതാക്കൾ മകനെ എറണാകുളത്തേക്ക് വണ്ടി കയറ്റി വിടുന്നത്. ഒരു കൂട്ടം മതഭ്രാന്തന്മാർ ഒറ്റ കുത്തിലൂടെ അഭിമന്യുവിന്റെ ജീവനും ഒരു നിർധന കുടുംബത്തിന്റെ സ്വപ്നങ്ങളും അപഹരിച്ചു കളഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ക്യാമ്പസ് ഫ്രണ്ടുകാരാണ് ഇത് ചെയ്തത് എന്ന് പറയാനെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായോ? പോട്ടെ, ഏതെങ്കിലും ഒരു ഇടവനെങ്കിലും ഏതെങ്കിലും ചാനലുകളിൽ വന്നിരുന്നിട്ട് ക്യാമ്പസ് ഫ്രണ്ടാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ ധൈര്യം കാണിച്ചോ? 4 സീറ്റിൽ കൂടുതൽ ജയിക്കാൻ വേണ്ടി മതേതരത്വം എന്ന മഹത്തായ ആശയത്തിൽ മായം കലർത്തുന്ന കേരളത്തിലെ സെക്യുലർ അധികാര രാഷ്ട്രീയത്തിന്റെ ഇരയല്ലേ അഭിമന്യു? ഞാൻ പെറ്റ മകനെ, എന്റെ മകനെ, എൻ കിളിയെ എന്ന ആ തള്ള വിളിച്ച വിളിയുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയോ ഉൾവലികൾ ഉണ്ടാക്കുന്നുണ്ട്. തീവ്രവാദികൾക്ക് പകലെന്നില്ല രാത്രി എന്നില്ല, യാതൊരു വ്യത്യാസവുമില്ല. അവർ കഴിഞ്ഞാടാൻ കഴിയും. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ അവർക്ക് ഈ കേരളക്കരയിൽ സാധിക്കുന്നു. അവർക്ക് പകലെന്നില്ല, രാത്രി അവർ പട്ടിയെ വെട്ടിപ്പഠിച്ചു, പകൽ അവർ മനുഷ്യന്റെ തല വെട്ടാനും ധൈര്യം കാണിക്കാൻ പറ്റിയ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ഇടതന്മാർ ഭരിക്കുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാടായ മതേതര കേരളം മാത്രമായിരിക്കും.
എന്തായാലും വീണ്ടും സന്ധിക്കും വരെ നമ്മൾ ഗംഭീരമായിട്ട് തന്നെ അടുത്ത ദിവസം ചൊറിയാതെ വയ്യയിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന അതല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയക്കാർ പ്രതികരിക്കാൻ മടിക്കുന്ന പ്രതിഷേധിക്കാൻ മടിക്കുന്ന വിഷയങ്ങൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് പറയുന്നത് എങ്ങനെയെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും വെള്ളിയും വെള്ളിയാഴ്ചയും വന്നാൽ അതായല്ലോ എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകരോട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിൽ പച്ചയ്ക്ക് പറയാൻ ഞങ്ങളുടെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാന്യ പ്രേക്ഷകർക്കാണ് എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കാനുള്ള നട്ടൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു അഭ്യർത്ഥന അപേക്ഷയായി തന്നെ ഇവിടെ വെക്കട്ടെ. എന്തായാലും നാളെ വീണ്ടും 7 മണിക്ക് ഗംഭീരമായി തന്നെ മറ്റൊരു ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡുമായി സന്ധിക്കും വരെ വീണ്ടും